നിന്റെ വീട്ടില് പശു ഉണ്ടോന്നാണ് എന്റെ ചോദ്യം. ഉണ്ടായിരുന്നു, പിന്നീട് വിറ്റു. പശുവിനെ കറക്കാൻ അറിയൂടി? കറക്കണ കണ്ടിട്ടുണ്ട്. എന്നാലേ ഇതാ പശു, ഇതിനൊന്ന് കറങ്ങാണിച്ചേ. ഇതാ അത് തന്നെ. നീ എന്തിങ്ങനെ തിരിഞ്ഞു കളിക്കണേ? എന്ത് വാ ഇത്? ഒന്നും കഴിച്ചിട്ടിയോ? അവിടെ ഉള്ളേ കഴുകണോ? വേണം. ഓ, സൗണ്ട് എഫക്ട് ഞങ്ങളുടെ ആയിരിക്കൂലേ. ഈ അകിടിന്റെ പകരം ഗ്ലൗസ് ഊരി ഉറപ്പിക്കുന്ന സിനിമ ഏതാടി? അറിയില്ല. ഇത്രയും ഫേമസ് പടം ഏതാന്ന് നിനക്കറിയില്ലടി ജാട. തെങ്കാശിപ്പട്ടണമാണോ? അല്ല. സോറി ചേച്ചി, അറിയില്ല. നീ ഏത് സ്കൂളിലാ പഠിച്ചേ? NSS കൊല്ലംകോട്. ഞാനേ ദുബായിലാ പഠിച്ചേ. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയണ്ട. സൗണ്ട് എഫക്ട് ഇംഗ്ലീഷിൽ. ഇനി ഇംഗ്ലീഷ് പറയോ? സോറി. പിന്നെ പാല് കറക്കും മോളൂസേ. കഴിഞ്ഞു. പിന്നെ 25 ലിറ്ററിന് ജേസി പശുവാണ് ഇങ്ങോട്ട് കറന്നേ അങ്ങോട്ട്. ഇത് കഴിഞ്ഞിട്ടേ 2 പോത്തിനെയും ഒരു കങ്കാരും. कितने पैसे सांगू तुला? समझा क्या? पागल आदमी. അച്ഛാ, हैं? हाँ फोन रख. ഇതെന്താണ് കൊടുങ്കാറ്റിലൊടിഞ്ഞൂടെ വാഴ പോലെ അടപ്പുണ്ടല്ലോ? അവള് സീനിയേഴ്സ് പിടിച്ചൊന്ന് മാറ്റിയിടി. വാറ്റാ റാഗ് ഇതെന്ന്. എന്റെ പൊന്നു മറാട്ടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ മലയാളം അറിയാൻ പാടില്ല, പറയാൻ പോരുന്നു. പോ ബാവല. ഓ, ഉള്ളത് പറയാലോ. ഇതിനെ കണ്ട എല്ലാവർക്കും പിടിച്ചൊന്ന് വാട്ടാൻ തോന്നും. ഇവള് ടെറസിൽ കയറിയെന്ന്. നിന്നോടാരടി ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞാലും പറഞ്ഞേ? അത് കുഴപ്പമെന്ന് എനിക്കറിയണ്ടേ. നാരങ്ങടി എന്താടി അവര് ചെയ്യിപ്പിച്ചെന്നെ? എന്നെ കൊണ്ട് പശുവിനെ കറപ്പിച്ചു. വന്ന ദിവസം എന്നെ കൊണ്ടെന്താ ചെയ്യിപ്പിച്ചെന്നറിയോ? ചെട്ടിനാട് ചിക്കൻ കറി. എന്താ സാധനം നിനക്കറിയോ? എനിക്കും അറിയില്ല. എന്നിട്ട് ഞാൻ വെച്ചു കൊടുത്ത്, അതും കോഴിനെ 1.5 കിലോമീറ്റർ ഓടിപ്പിച്ചിട്ട്. നിനക്കൊന്നും മര്യാദക്ക് റാഗം കിട്ടിയിട്ടില്ല മോളൂസേ. ഞാൻ അബദ്ധ വെച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞു പോയി. ആ നോക്കിക്കാണ് എന്നോട് ചൊറിച്ചില്. അവളോട് ഏട്ടാൻ പോയി പറഞ്ഞാലാ? ആ വേഗം ചെല്ല്. പോരുമ്പോ ഒരു വെള്ളം കൂടെ എടുത്തിട്ട് പോരുട്ടാ. ഡിഡി മോളെ, ആ നഖം വെട്ടി താഴെട്ടുണ്ടല്ലോ, അടിച്ചിന്റെ തലമണ്ട പൊട്ടിക്ക് ഞാൻ. ഒന്ന് പോയേ ബാവല. ആഹാ, തമ്പരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഈ സ്റ്റൈലി? ഡേ, നീ നവ്യ ചേച്ചനെ കാണാൻ പോണല്ലേ? നാറ്റം കിട്ടി. ചെല്ലി ചെല്ലി. ഈ സാധനം ഇങ്ങോട്ട് നീക്കിയിട്ട് അങ്ങോട്ട് ഇടാനുള്ള. നൈസ്. വീട്ടിൽ പോയാ മതി പണ്ടാരം. എടി ശരണ്യെ, നാളെ നമ്മുടെ അജിത്ത് മാനേജേട്ടൻ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്യാട്ടാ. നിന്റെ അടുത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാണ് അയാളെ കാണുന്നത്? പുള്ളി കാണണം തുടങ്ങിയാ കാണണം. ഇതെന്ത് ഗുണ്ടായിസോ? എടി, അജിത് മേനൻ ചേട്ടൻ ആരാന്നറിയോ? ഫുട്ബോൾ ചാമ്പ്യൻ, യൂണിവേഴ്സിറ്റി ടോപ്പർ, കലാമണ്ഡലം, കലാതിലകം, ഗസൽ ഗായകൻ. പക്ഷെ ആങ്കർ മാനേജ്മെന്റ് മാത്രം 0. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് വന്ന 13 പ്രപ്പോസലുകൾ പുഷ്പം പോലെ തട്ടിത്തെറിപ്പിച്ച മനുഷ്യനാണ്. എന്തിന്? പുള്ളിക്ക് സ്പാർക്ക് കിട്ടിയില്ലാന്ന്. ആ മനുഷ്യനാണ് തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രിവിലേജ് ആണ് കേട്ടാ. നീ പോയി കാണ്ടി. അതിന് എന്നെ വിളിക്കണ്ടേ? ഞാൻ നാളെ ലീവാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം, എക്സ്റേ എടുക്കണം. മോളെ നാളെ ലാഭമുള്ള കേട്ടോ, വെറുതെ ലീവ് എടുക്കണ്ട. ഇതെന്ത് കഷ്ടമാണ്. ബക്കറ്റ് ഇവിടെ. ഇതായിരുന്നു അന്തരത്തിലെ ബാലാമണിയ. സംഗീത്, സനോവർ, ശരണ്യ. അജിത്ത് മേനോനെ പേടിച്ച് വീട്ടിൽ പോയി. ശരണ്യ ആബ്സെന്റ്. എന്താണ് സ്റ്റോപ്പ് കഴിഞ്ഞു. എവിടെ നോക്കിട്ടാണ് ഉണ്ണിയിരിക്കണേ? സ്ഥലം എത്തിയാ പറയാറിയില്ലേ? ഏട്ടാ, ആളിറങ്ങാണ്ട് ഒന്ന് ചവിട്ടി കൊടുക്കേ. നോക്കിയിരിക്കാണ്ട് വേഗം വാ കുട്ടി. ഇറങ്ങ വേഗം ഇറങ്ങ. വാ വാ വാ. പോട്ടെ വണ്ടി. ഏട്ടാ ഇവിടെ ഇവിടെ. പഠിക്കാനും കഴിവുണ്ട്, ഇത്ര വേണേലും വീട്ടുകാർ പഠിപ്പിക്കും. എന്നിട്ട് ഇമാതിരി തിവര് കാണിക്കാതെട്ടാ നീ. എനിക്കൊന്നും അതിനോടൊരു പാങ്ങുണ്ടായിട്ടില്ല. അതാ ഞാൻ ഈ കിടന്ന ചീരഴിയണത്. പഠിക്കില്ല പറഞ്ഞ ഞാൻ. അമ്മയടുത്ത് ഇത്രാവശ്യം പറയണം. അവിടെ ഒരു സുഖമില്ല. മണ്ട കാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നാളെ ഒരു ദിവസത്തെ ക്ലാസ് അല്ലേ, അത് കുഴപ്പമില്ല. വേറെ കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഉള്ളവർക്കെല്ലാം കുറെ സ്പെഷ്യൽ അല്ലേ.
നിനക്ക് കിട്ടുന്ന ശമ്പളേ ഈ കയ്യിൽ വാങ്ങിക്കുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ്. അമ്മക്ക് എന്നെ തരാ, വേറെ ആരും കൊടുക്കൂല. ആ എപ്പോ വന്നു നീ? കുറച്ചു നേരം പോസ്റ്റ് ഹൗസിനോട് പോയിട്ട് ഇറങ്ങിയത്? നീ ബാഗും തൂക്കി നടന്നു വരുന്നുണ്ട് പറഞ്ഞിരിക്കൂ. ഞാൻ സ്റ്റോപ്പ് എത്തി അറിഞ്ഞില്ല, അവിടെ ഇറങ്ങി. സ്വപ്നം കണ്ടല്ലേ നടക്കണേ, പിന്നെ എങ്ങനെ അറിയും? എന്താ വന്നപാട് അവിടെ തന്നെ ഇരുന്നത്? ഡ്രസ്സ് മാറ്റ്. നിങ്ങൾ ഇന്നലെ വാങ്ങിയില്ലേ ഈ കിഴങ്ങ്? അവിടെ ഇരുന്നോട്ടെ, അത് ഓടിപ്പോന്നില്ലോ. മൂവന്തി നേരത്തെ ഉമ്മറപ്പടിയാൽ ഇരിക്കല്ലേ നീ? ഇതാണോ മൂവന്തി? കുറെ ദിവസമല്ല ഇത്. ഈ നേരത്തെ എന്താ ഇത്ര സ്പെഷ്യലി? ഈ വീട്ടിലാകെ ഇരിക്കാൻ സുഖമുള്ള സ്ഥലം ഇതാണ്. അമ്മയ്ക്ക് പ്രാന്തണ്ട എന്നോട് സംസാരിക്കാൻ പോവാൻ. അമ്മക്ക് എന്താ? നിക്ക് ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. 1970 മുമ്പുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്റെ കയ്യിൽ നിർവാഹമില്ല. നിങ്ങൾ ആദ്യം പഞ്ചായത്തിൽ വരും കേട്ടോ. ആദ്യം പഞ്ചായത്തിൽ NOC അല്ല ചേട്ടാ, NAC നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ്. അമ്മ, ഈ തുമ്പിച്ചെടിക്ക് വാടിപ്പോയല്ല. ആ ഷൈല വിളിച്ചേർന്നേ, നിന്റെ ചുരിദാർ എന്റെ ജാക്കറ്റും തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന്. നീ പോയിട്ട് വാങ്ങിട്ട് വാ. ഞാനാ? അല്ല, ഞാൻ ആ തള്ളേനെ വിടാം. അത് നല്ല ഐഡിയ ആണ്. പെണ്ണ വേഷം കെട്ട് കാട്ടണ്ടാ നീ. ഞാൻ പോകുന്നില്ല. ഈ സമയത്ത് ഗ്രൗണ്ടിലായി പിള്ളേരൊക്കെ ഉണ്ടാവും. ഓ, അവരൊക്കെ നിന്നെ പിടിച്ചങ്ങ് തിന്നും. അതിന്റെ ഇടയിൽ കൂടി എനിക്ക് പോകാനൊന്നും വയ്യ. ഞാൻ പോവാറുണ്ടല്ലോ. അമ്മേനെ പോലെ അല്ല ഞാൻ കാണാൻ കുറച്ച് അന്തമുണ്ട്. ശരു, നീ പറഞ്ഞ കേട്ടില്ലെങ്കിലേ മറ്റന്നാരും കല്യാണത്തിന് പോലാട്ടാ. അതെ, എന്താണ് നിങ്ങൾക്ക് കുറെ നേരം ഇത്? അയില്ല ചേട്ടാ, അതെ വീട്ടിൽ പറഞ്ഞാണേ, നിങ്ങളെ പറഞ്ഞല്ല. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ശരണ്യല്ലേ? നോക്കി പോ. ശരണ്യ വണ്ടി ഓട്ടിക്കാനൊക്കെ അപ്പൊ പഠിച്ച് ശൈലേച്ചിന്റെ എവിടേക്കാണോ? ഇവളാരാണ്? ഇവിടെ അറിയില്ലേ? നമ്മുടെ പഞ്ചായത്തിലെ വാസോട്ടിന്റെ മോള് സൂപ്പർ ശരണ്യ. അതിന് ഇവള് മാത്രം തീരുമാനിച്ചാൽ മതി സൂപ്പർ ശരണ്യാണെന്ന്. ബോളി അതൊക്കെ വേറെ കഥയാണ്. ഞങ്ങൾക്ക് പറഞ്ഞ കളിയോ അത് ശരിയാക്കാം. കുഴപ്പമില്ല. എന്നാ മോളെ കുട്ടിയെ, നേരത്തെ തരാനുള്ള ഒരു 50 രൂപ എടുത്തിട്ടുണ്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ. ചേച്ചി ശരിയാക്കി തരാം. പക്ഷെ തിങ്കളാഴ്ചക്കൊന്നും നടക്കില്ല കുട്ടി. ശരിയാക്കിട്ട് വിളിക്കാം, നീ വെച്ചോ. ഓക്കെ കേട്ടാ. കേട്ടോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗ്രൗണ്ടിൽ കൂടെ അല്ലാതെ വേറെ വഴിയുണ്ടാ? ഗ്രൗണ്ട് ഒഴിവാക്കി പോണെങ്കി ഇപ്പോ പറക്കേണ്ടി വരും. പറ്റുമോ? വേണ്ട. നോക്കി പോ. ശരണ്യ സൂപ്പർ. പതുക്കെ പോ. കറവില് സ്കിപ്പാവും. എന്തെങ്കിലും പറ്റിയോ? എന്ത് കൈമുറിയുണ്ടല്ലോ? ഹോസ്പിറ്റലിൽ പോണോ? കാർ ഓടിക്കണോ? എന്തെങ്കിലും പറ. മിണ്ടാ വയ്യേ. നീയൊക്കെ വണ്ടി ഇവിടെ പെണ്ണെ പേടിപ്പെടുത്തി കൊല്ലൂടാ. പോയി വെള്ളം എടുത്തിട്ടോടാ. പോടാ. അല്ല, വണ്ടി സൈഡ് മാറി. അച്ഛനെ വിളിക്കണോ? ശരണ്യക്ക് ഹോസ്പിറ്റലിൽ പോവാലോ? ശ്വാസം വേണ്ടി വരുമോ? അച്ഛൻ വന്നിട്ട് പോയപ്പോരാ. വെള്ളം കുടിച്ചിട്ട് പോവാലോ? ശരണ്യ കിക്കടിക്കാറില്ല. എന്താ മോളെ? ചേച്ചൊരു മുടി. ഇതാണ് പറയണ, നേരത്തിന് വന്ന് ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കിട്ടും. അത് മോളുടെ മുടി തന്നെയായിരിക്കും. ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്. എന്ത് കഴിക്കണില്ലേ? തീരുമാനിച്ചിട്ടില്ല. വേഗം തീരുമാനാക്ക്. ഡിപ്ലീഷൻ ലെയറിന്റെ കൺസെപ്റ്റ് കുറച്ച് ട്രിക്കിയാണ്. ഞാൻ നിങ്ങൾക്ക് അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം.
ഇപ്പൊ എല്ലാവരും ഇത് നോട്ട് ചെയ്യും. എടി നിന്നെ അന്വേഷിച്ച് അജിത് മേനോൻ വന്നിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. എന്നിട്ട് ഞങ്ങള് നീ പനി പിടിച്ച് നാട്ടിൽ പോയെന്നാ പറഞ്ഞേ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു വിസിറ്റിന് ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ആസ് യു നോ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. നിങ്ങളെല്ലാവരും ഇത് +2 പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇത് നോട്ട് ഓൺ ചെയ്തോ. ഇതേടി പുള്ളി ഇവിടെ എത്തുമ്പോൾ ഒരു സഡൻ ബ്രേക്ക് ഇടും. ശരണ്യ, ശരണ്യക്കെല്ലാം ക്ലിയർ ആയോ? അതായത് PN ജംഗ്ഷൻ ഡയോഡിൽ ഫോർവേഡ് ബയാസിൽ പോസിറ്റീവിനോടും നെഗറ്റീവിനോടാണ് കണക്ട് ചെയ്യുക. സാർ ഒരു മിനിറ്റ്. എടാ നീ എന്തിനാ പുള്ളിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണേ? പുള്ളി അവിടെ എങ്ങനെ തൂങ്ങിക്കട്ടെ? നമ്മളും കാശ് കൊടുക്കണല്ലേടാ, കുറച്ചേരം ഇവിടെ വന്ന് നിൽക്കട്ടെ. അതുകൊണ്ട് ആ സമയത്ത് ഇലക്ട്രോൺ ഫ്ലോ ഈ ഡയറക്ഷനിലായിരിക്കും. ഡൗട്ട് അത് ഒന്ന് ഒരു മിനിറ്റ് എന്റെ ചങ്ങാതി, ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോ നീ കൂടി ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ അയാൾ വരൂല. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ചിട്ടല്ല സാറേ. ഇവനും ഡൗട്ട് ഉണ്ട് ഒന്ന്. ഒരു മിനിറ്റ്. എടി പുള്ളി കണ്ണെഴുതിയിട്ടുണ്ട്. ആടി നീ ശരിക്കും നോക്കിയേ, പുള്ളി നൈസായിട്ട് സുറുമയാന്ന് തോന്നുന്നു. എന്താ നിന്റെ ഡൗട്ട്? ഡൗട്ട് ഉണ്ടായിരുന്നു സാറ്, ഇവിടെ എത്തിയപ്പോ ക്ലിയർ ആയില്ലേ? ഇവന്റെ നിന്റെയോ? ഏകദേശം ക്ലിയർ ആയി. ഓവർ സ്മാർട്ട് ആവണമെന്ന് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത്രയ്ക്ക് അങ്ങനെ ഓവർ ആകരുത്. ഹായ് അജിത്തേട്ടൻ. എന്തായി? ശരണ പനി അറിയോ? മാറി മരുന്നൊക്കെ കൊണ്ടുവന്നല്ലേ? മുടങ്ങാതെ കഴിക്കണോട്ടാ. കഴിച്ചോളാം. അല്ല കഴിപ്പിച്ചോളാം. ആ എന്താണ് സ്പെഷ്യൽ? ചാള വറുത്തത്. ഓ ഐ ജസ്റ്റ് ലവ് ചാള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കഴിക്കാറില്ല, അതുകൊണ്ട് വീട്ടിൽ കയറ്റാറില്ല. പക്ഷെ ഞാനിടയ്ക്ക് പുറന്നു കഴിക്കും. ശരണയുടെ ചാള ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. കൊള്ളാം. ആ കുരുമുളകിന്റെ ലേശം കുത്തുണ്ടെന്ന് ചോദിച്ചാ ഇറ്റ് ജസ്റ്റ് സൂപ്പർ. ചേട്ടാ എവിടെയൊക്കെ 2.5 കൊടുക്കട്ടാ. ബാക്കി ശരണ കഴിക്കും. അല്ല ചേട്ടൻ കഴിച്ചു, ഞാൻ വേറെ എടുത്തോളാം. എന്താ ചേട്ടനെ ഞാൻ കഴിച്ചെന്റെ ബാക്കി കഴിക്കില്ലെന്നുണ്ടോ? അതല്ല പിന്നെന്താ ചേട്ടനെ കഴിക്കേ? കഴിക്കേ. എവിടെ പോന്നു? കൈ കഴുകാൻ. ഇത് കഴിഞ്ഞിട്ട് പോയാൽ അല്ലേട്ട കൈയാണെങ്കിൽ കല്യാണം വൈകുന്ന. അത് കുഴപ്പമില്ല. നിന്നതേ ദൈവം കെട്ടിക്കോളും. കെട്ടില്ലടാ? കെട്ടിക്കോളാം. ശരണ്യ ഇത് കഴിക്കാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. കഴിക്കേ. കമോൺ കഴിക്കേ. കഴിക്കേ. അജിത്തേട്ടൻ പറഞ്ഞ കേക്ക് എത്ര മടിയാ. കഴിക്കങ്ങട്. അടിപൊളി. ഞാൻ പിന്നെ പറയാ. സ്പാർക്ക് ടേക്ക് കെയർ ഓഫ് ഹർ. കേട്ടു. എന്തോ സൂതിയുടെ 4 ഉണ്ടമ്പര് പോഞ്ഞോടത്തേക്ക്. बावरा मन देख ले चला एक सपना बावरे से मन किए बावरे से आए बावरे से करवटों के इंदिया दूर बाकी. രാമനെ കുറിച്ചുള്ള പാട്ടല്ലേ ബാബുരാമൻ? അല്ലടി, ഇത് ഇന്ത്യനെ കുറിച്ചുള്ള പാട്ടാണ്. കേട്ടായിരുന്നോ? ഇന്ത്യ ദൂർ ബാക്കി. എടി ഇവിടെ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണാൻ പറ്റുമെന്ന് ചേച്ചിമാര് പറഞ്ഞില്ല. അതിന് വെളുപ്പിനെ 3 മണിക്കൊക്കെ ആർക്കാണ് ഇത്ര അത്യാവശ്യം ഇത് കാണാനായിട്ട്? എനിക്ക്. എന്നാ ഒന്ന് കണ്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര ബോറടിയാണല്ലോ. നമുക്ക് എറണാകുളത്തിന് പോവാം. എന്റെ വീട്ടിലും കയറാം. എറണാകുളത്തിന് പോവാം, പക്ഷെ നിന്റെ വീട്ടിൽ കയറണ്ട. ശരണ്യ വരുമോ? നവി ചേച്ചി നിങ്ങളെന്താ ഇവിടെ? നിന്നോടൊക്കെ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ?
അത് പിന്നെ ചേച്ചി ഇവിടെ നിന്നാ പാവറട്ടി പള്ളിയാണെന്ന് ആരോ പറഞ്ഞത് നോക്കാം. ആടി ഇവിടെ എന്നാ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കാണാം. നീ എന്താ ആക്കണാ? അല്ല ചേച്ചി ശരിക്കും ചിരി വന്നിട്ട് ചിരിച്ചതായിരിക്കും. ആ പോ പൊക്കോ പൊക്കോ വിട്ടോ വിട്ടോ. അപ്പൊ അടുത്ത സൺഡേ എറണാകുളം. ഓക്കെ. അയ്യോ എന്താണ് ചെരുപ്പ്. കൊച്ചി മെട്രോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ദയവായി യാത്രക്കിടയിൽ പോക്കറ്റ് അടി സൂക്ഷിക്കുക. ശുഭയാത്ര. ഈ അനൗൺസ്മെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. ആ നിങ്ങളൊക്കെ കയറിയോണ്ട് പുതുതായിട്ടിട്ടായിരിക്കും. പട്ടിയാന്ന് ചേച്ചാ. ഇതാണോ സൂപ്പർ ബിരിയാണി? എന്നിട്ട് രസൂലല്ല അലമ്പ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയുണ്ടേ. ശത്രുക്കൾക്ക് പോലും ഇതുപോലെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ സോനാരെ. ഇങ്ങനെ വരാത്താണല്ലോ. ഇന്നിവിടെ മേലെ കയറണ്ട. ഞങ്ങളാരും ഇനി മേലെ കയറത്തില്ല. നീ വേണ കയറിക്കോ. നിനക്കേതാണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള കടയല്ലേ. മാങ്ങ. ആ പുള്ളിയുടെ കാര്യം പറയാം. പറയൊന്നും വേണ്ട, ഒന്ന് കഴിച്ചിട്ട് പോവാ. ഞാൻ പറയും. ഇപ്പൊ വരും ഇപ്പൊ വരും. ഫുഡൊക്കെ ഓക്കെ അല്ലേ? വയറിറച്ച് കഴിക്കണം. എന്തുണ്ടെങ്കിലും തുറന്നു പറയണം കേട്ടോ. കഴിച്ചോ. ഇക്ക ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ബിരിയാണി വന്നലമ്പാണ്. ചിക്കൻ നല്ല ജ്യൂസി ആണല്ലോ. റൈസ് ഒക്കെ വിട്ട് കിടക്കണ്ട്. അടിപൊളിയല്ലേ? പിന്നെ വായില് വെക്കാൻ കൊള്ളൂല. അതെ, ഇവിടുത്തെ ഷെഫ് ലീവാ. അവന്റെ കല്യാണം. പഴവനായിരുന്നു അടിപൊളിയായിന. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കേട്ടിക്കോ. നോക്ക് ഷാർക്ക് നോക്ക് ഷാർക്ക് നോക്ക്. അതെ പണഞ്ഞു നോക്കണ്. അത് ഷാർക്കല്ല, ഡോൾഫിനാണ്. അത് ഡോൾഫിനൊന്നല്ല. നമുക്കൊരു കാര്യം അറിയാം, ഈ ഡോൾഫിൻസ് ഒക്കെ ഇല്ലേ മാമസാണ്, ഫിഷ് അല്ല. ആ തുടങ്ങിയല്ലോ ബാലനമ്മ ഡൈജസ്റ്റ്. നീ തന്നെ ചുമ്മാ ഹോട്ടലിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. കാശ് കൊടുത്തിട്ടല്ലേ ഊള ഫുഡ്. മര്യാദ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ എങ്ങനെ കയറിയാൽ മതി. അവിടെ കയറുന്നെങ്കിൽ മൂന്നാളെ ബാത്റൂമിൽ തന്നെ അവിടെ ഉറങ്ങേണ്ട വന്നേനെ. ഓ ഇതിന്റെ കേസ് ആരാറിയാം, ബാത്റൂമിൽ നടക്കണോ അതോ? ഇവിടെ കൊണ്ട് വന്നാലതാണ്. ഇത്ര നാളും നല്ല ഫുഡ് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ ഊള ഫുഡ് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അല്ല ഇപ്പൊ അത് ദഹിക്കാറായില്ലേ, പിന്നെ എന്തിനാ പറഞ്ഞോണ്ട് നടക്കണത്? നടക്കങ്ങട്ട്. താനെന്ത് പരിപാടിയാണ് കാണിക്കണത്? അല്ല സോറി കണ്ടില്ല. കണ്ടില്ല എന്താ? താനെന്താ മാത്ത് നോക്കി കിടക്കാരുന്നാ? സത്യമായിട്ടും കണ്ടില്ല, സോറി. അല്ലടാ ആ ഇത് മറസര നമ്പരാന്ന് തോന്നുന്നു. പെൺപിള്ളാറെ മേത്തടിച്ചിട്ട് കണ്ടില്ലെന്ന് പറയാം. സ്ഥിരം നമ്പറാ. അയ്യ പറഞ്ഞു പറഞ്ഞ കയറി പോണേള്ള. നീ എന്താ എന്റെ കയ്യെ പിടിച്ച് കളിക്കുന്നത്? എന്റെ കയ്യിൽ എന്തെങ്കിലും തന്നേപ്പിച്ചിട്ടുണ്ടോ? അറിയാണ്ട് ഇടിച്ചാണ് ആൾക്കാർ നോക്കുന്നത്. ശരണ്യ നീ ഓരോന്ന് അറിയാണ്ട് പറയരുതട്ടാ. മോളെ നിങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടായിരുന്ന? ഞങ്ങൾ അറിയാണ്ട് ഇടിച്ചല്ലേ. അത് ഈ കൊച്ചിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഈ കൊച്ചിന് ബുദ്ധിയുണ്ട്. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ അങ്കിൾ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ബുദ്ധിയില്ലേ വഴി കിടന്ന് തല്ലു പിടിക്കാനായിട്ട്. എന്ത് പോവാൻ നോക്കുവല്ലോ പെണയില് കിടന്നിട്ട്. എന്താടി പോണോന്നോ? എടി നീ ചേട്ടനായാലും മീനെ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മളതിനെവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോറിടി, നീ വേറെ മൂഡിലായിരുന്നല്ലേ. റൂമിലെത്തട്ടെ, നിന്റെ സകല സംശയം ഞാൻ തീർത്തരാം. അവന്മാര് വെച്ചപ്പോ ഇവള് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തണ്ടാ. എന്നാ പിന്നെ ഫോൺ നമ്പറോട് കൊടുക്കാറുന്നല്ലോ എനിക്ക്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. എന്തിടിയായിരുന്നു എന്റെ കൈ പറഞ്ഞു പോവാന്. അത്രക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. നീ മിണ്ടരുത്. അവിടെ ഒരു വലിയ കലാപം നടന്നിട്ട്. കലാപല്ല, നീതി. അത് കണ്ടിട്ട് വടി വിഴുങ്ങിയ പോലെ നിക്കാണ് എല്ലാരും. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡ് ആണെന്ന്. ബോൾഡ് അല്ല, ബോൾട്ടാണ്. ബോൾട്ട്. ചേട്ടൻ ഒന്ന് നേരെ ഓടിക്കോ. ഇപ്പൊ വല്യപ്പൻ എന്റെ മടിയിലിരുന്നേ. ഞാൻ കയറി പറഞ്ഞാലോ രണ്ടെണ്ണം. ഇയാളങ്ങനെ പലതും പറയും. തൽക്കാലം പുട്ടെടുത്താൽ മതി, ബാക്കി ആവശ്യമുണ്ടെങ്കിൽ പറയാം. പുട്ടെങ്കിൽ പുട്ട്. ഇന്ന് ഉച്ചക്ക് 4 പെൺപിള്ളേര് വന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ബിരിയാണി കൊള്ളൂലെന്ന്. ഞാനൊക്കെ ചൂളിപ്പോയില്ലേ. കാര്യം ബിരിയാണി അല്പം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നമ്മുടെ ഷെഫിന്റെ അകത്തേക്ക് ഇട്ടെടുത്ത്. ഏത് ഷാഫിയെ 3 പ്ലേറ്റ് പുട്ടും ബീഫും വേഗം വേഗം എടുത്ത് കൊടുക്കുവനെ. മറ്റേ പെൺകൊച്ചു രക്ഷയില്ല, കിടു. ഇത് കൊറേ നേരം ആയല്ല, അത്രക്കൊന്നും ഇല്ല. ഏത് കൊച്ച്? ഞാനും കൂടെ അറിയണോണ്ട് വിരോധം ഉണ്ടോ സാറിന്? മറൈൻ ഡ്രൈവിൽ വെച്ച് പ്രശ്നം ഉണ്ടായില്ലേ? അവളല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ ആ കൊച്ച്. മറ്റവളെന്ത് അലമ്പ് കൊല്ലഷോ. ഇവളടിപൊളി കിടുവല്ലടാ. അത്ര കിടുവൊന്നുമല്ല. എന്റെ അമ്മ അടിപൊളി കൊച്ച്. പിന്നെ ഇവൾക്ക് നമ്മുടെ ശില്പയുടെ നല്ല ചായയില്ലേ? പിന്നെ തേങ്ങയാണ്.
ആരാ ശില്പ? ഇവന്റെ പഴയത് മറ്റങ്ങ് ഒരുമിച്ച് യൂണിവേഴ്സിറ്റി പഠിച്ചില്ലേ? ഡീറ്റെയിൽ പിന്നെ പറയാ. ഒരു പേര് വിളിച്ചാൾട്ടാ. എന്ത്? ജെന്നിഫർ. എന്റെ അമ്മ അതൊരു സിമ്പിൾ പേരായിരുന്നു. പേരെന്തെങ്കിലും ആവട്ടെ, പരുണ നിങ്ങൾ തമ്മിൽ നന്നായി ചേരും. എനിക്കത് അപ്പോഴേ തോന്നിയതാ. ഇതെന്ത് പണ്ടാറോണത്? വഴി കൂടി പോണ പിള്ളേർ അടിച്ചേപ്പിക്കണം. അയ്യോ നിനക്ക് എന്താണ്? എന്റെ പൊന്നു വരുണേ, ഇങ്ങനത്തെ കേസിൽ പോയി ഒന്ന് പെടല്ലേ? ഒരു അനുഭവം ഉള്ളല്ലേ? എന്തനുഭവം? എന്റെ ചേട്ടാ, ഞാൻ വെറുതെ ഒരു വള്ളി കേസിൽ പോയി വീണെന്ന് ചെന്ന് തോന്നണ്ട. മനസ്സിന്നൊരു ഇഷ്ടം വന്നിട്ടാന്ന് വെച്ചാൽ മനസ്സിലാവല്ലേ? വരുണേ, ഓരോ അരിമണിയിലും അത് ലഭിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നിനക്കുള്ള അരിമണിയാണ്. എന്റെ ചേട്ടാ, എനിക്ക് അരിമണി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. ഞാൻ പ്രേമിച്ചിട്ട് നാളെ വേറെ അലവലാദികളായിരിക്കും അപ്പഴേ എനിക്ക് ടമ്മളത്. അങ്ങനെ നമ്മൾ ഇടിച്ചവനെ കപ്പൽ ചാലിടില്ല. അതല്ലല്ലോ വിഷയം. ഞാൻ പറഞ്ഞ ജീവൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇടപെടണേന്ന്. എന്നാലും എന്തായാലും നമ്മളുടെ പേര് വെറോണിക്ക. എന്തൊരു പേര് പറഞ്ഞ പിടിയും കിട്ടല്ല. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോ ഒരുത്ത മീനും കൊണ്ട് വന്നെ നെഞ്ചത്തോട്ട് കയറി. ഇവളാണ് അവന് കൊല സപ്പോർട്ടും. അവനായിട്ട് എന്തോ മുജ്ജന്മ ബന്ധമുള്ള പോലെ. അവൻ ആരായിട്ടേ? ശരണ്യ, ആർ യു ലിസണിംഗ്? ദേവിക ഒരു ചാത്തൻ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മാസം നിന്ന് എന്നിട്ട് സാധനം അവിടെ. ரொம்ப മുഖ്യം. ഞാൻ പറഞ്ഞാണ് എന്നോട് നോക്കിയെടുക്കാൻ. നീ എന്തിനാ ചിരിക്കാനതിന്? ഓരോരോ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട്. ശരണ്യയുടെ വിഡ്ഢിത്തരങ്ങളെ കടത്തി വെട്ടുന്ന സോനയുടെ ബോൾഡ്നെസ്, അതായിരുന്നു ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. അല്ലടി, ഇനിയിപ്പോ സോന ആ ചേട്ടനും കൂടെ ലൈനാവോ ഈ സിനിമയിലൊക്കെ കാണുന്ന? അത് ആരാടിയാ പറഞ്ഞേ? ഒരൊറ്റ എണ്ണുകണ്ണിയാണ്ടല്ലോ അതിന്റെ മൂക്കു തീർച്ചു പോകും. എന്റെ പട്ടി പ്രേമിക്കാനെ. എന്നിട്ട് ഹെഡ്സെറ്റ് മേടിച്ചിട്ട് അപ്പൊ വാങ്ങിടി. ഞാൻ കണ്ടില്ലല്ലോ. ഇനി എങ്ങാനും അടിച്ചു മാറ്റിയതാണോ? നമ്മൾ ഏത് സിനിമയ്ക്ക് പോണേ? ഞങ്ങള് കാർബണ്ണാണ് പോണേ. അമ്മ വേണമെങ്കിൽ സ്പൈഡർമാന് കയറിക്കോട്ടാ. ഒന്ന് മിണ്ടാതിരിക്കാ ചേട്ടാ. അമ്മേ, നമ്മള് ഫഹദ് ഫാസിന്റെ പടത്തിനാ പോണേ. അമ്മേ, ദീപ്തി പറഞ്ഞില്ലേ എന്ത്? ഞങ്ങള് ചെറിയൊരു ചിപ്സിന്റെ പരിപാടി തുടങ്ങാനുള്ള പ്ലാനാട്ടാ. അനുഗ്രഹം വേണം. ആദ്യം ഫിനോയില്, പിന്നെ മൊബൈൽ കട, പിന്നെ കമ്പ്യൂട്ടർ കട. ഇതെന്താ ഇതൊന്നും ശരിയാവാത്തെ? അമ്മ, അത് കമ്പ്യൂട്ടർ ഒക്കെ ഡൗൺ അല്ലേ. പിന്നെ ഇത് നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണ് അല്ലേ അബി ചേട്ടാ? പിന്നല്ലാണ്ട്. എന്തായാലും കുഴപ്പമില്ല എന്റെ അബി. നീ ചെക്കനെ വിളിച്ചോണ്ടേ പണ്ടത്തെ പോലെ അടി ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഞങ്ങൾ ആരമൊക്കെ ഇട്ടാറാനാണ്? അതൊക്കെ എത്ര ആൾ മുമ്പായിരുന്നമ്മേ. ഇത് പിന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ? അമ്മ, കമ്പനിയുടെ പേരെന്താന്നറിയോ? കറുമുറു. എങ്ങനെയുണ്ട്? വളരെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ദേ, എല്ലാവരുടെ അറിവിലേക്ക് പറയാം, മോളത്തെ സ്വാതിയുടെ കല്യാണം ഉറപ്പിച്ചു. അവൾ ആദ്യം പോവും. മറ്റേതുങ്ങളൊക്കെ എപ്പോഴാ പോണേന്ന് പറയാൻ പറ്റൂല. ഒരു വരുമാനം മുടങ്ങാൻ പോണത്. ഓ മതി, ഇനി അത് പറഞ്ഞു വെറുതെ സീനാക്കണ്ട. പിന്നല്ലാണ്ട് നമുക്ക് ഇവന്റെ കല്യാണം നോക്കണ്ട അമ്മേ. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. കണ്ണു കണ്ണിൽ കൊണ്ട നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചം. വർണ്ണജാലം കാട്ടും നിലോചനം കഥ മാറ്റി എഴുതും പൊൻതൂവൽ. ഡി, ഇതൊക്കെ എപ്പ തീരുമാനിച്ച ചിപ്സിന്റെ കാര്യമൊക്കെ? അമ്മയ്ക്ക് അറിയില്ല അഭിചേട്ടന്റെ കാര്യം. ഞാൻ പോലും അറിയണത് ഇന്നലെ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടൊന്നുമല്ലല്ലോ. ആണെങ്കിൽ എനിക്ക് സമ്മതമല്ലാന്ന് പറഞ്ഞേക്കിട്ടാ. നമ്മുടെ വീട്ടിലൊന്നുമല്ല, അവര് വേറെ വീട് നോക്കണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ കാറ്ററിംഗാ? നന്നായിരിക്കും. അളിയാ, അളിയാ, എനിക്കൊരു പെൺകൊച്ചിന് ഇഷ്ടമാണ്. ഏത്? നമ്മുടെ വരുൺ പറഞ്ഞ പെണ്ണില്ലേ? അയ്യോ, അപ്പൊ അവനോ? അവരുടെ പേര് പോലും അറിയാൻ പാടില്ല. ഞാൻ കണ്ടുപിടിച്ചു. എന്ത്? ശരണ്യ. ശരണ്യ? ശരണ്യ വാസുദേവൻ, പ്രൗഡ് GCN, കൊല്ലം കൊടുക്കൽ, ഫസ്റ്റ് ക്രൈം നമ്പർ 29. ഇത്രയും പോരെ? ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഇതൊക്കെ ഭയങ്കര അലമ്പാട്ട ദീപു. എനിക്കൊരു കാര്യം അറിയൂ, ഒരു ദിവസം 10,000 പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. 100,000 പെൺപിള്ളേര് എന്നെ നോക്കുന്നുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കറുമുറു എന്ന് പറയുന്ന നമ്മുടെ സംരംഭത്തിന് വേണ്ടി രാപ്പകൽ ഓടി നടക്കുമ്പോ നീ വഴി കൂടെ പോണ പെണ്ണുങ്ങളുടെ അഡ്രസ് തപ്പി നടക്കുകയാണല്ലേ. നമ്മുടെ വീടിന്റെ മുകളിൽ താമസിക്കണില്ലേ ലക്ഷ്മി, അവള് മുടി വെട്ടി. ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ച ശരിയാവില്ലേ? അളിയാ, അത് ശരി. അപ്പൊ നിങ്ങൾ വേറെ ആരും നോക്കാറില്ലെന്നാണ്? അപ്പൊ എന്റെ പെങ്ങളൊക്കെ ഇട്ട് എങ്ങനെയാണ്? അത് നിനക്കറിയില്ലേ? എനിക്കറിയാം. നിങ്ങൾ ആ മൊബൈൽ കട നടത്തുന്ന സമയത്ത് അവൾ ഒരു സിം വാങ്ങാൻ വന്നു. നിങ്ങൾ അവളെ കാണാൻ വേണ്ടി മനഃപൂർവ്വം അതൊരാഴ്ച ആക്ടിവേറ്റ് ആക്കിയില്ല. അത് ഞാൻ ചെയ്തില്ല. അവള് പിന്നെയും വന്ന് നിങ്ങൾ പരിചയപ്പെട്ട് ലൈനാക്കി.
അവളൊരു മണ്ടയോണ്ട് തന്നെ കെട്ടി. ഇതല്ലേ കഥ. ഈ കഥയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? തന്റെ കഥനെ കാട്ടാൻ അന്തസ്സുണ്ട് എന്റെ കഥയ്ക്ക്. ആയിക്കോട്ടെ, ഈ അന്തസ്സുള്ള കഥയും കൊണ്ട് എന്തിനാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത്? അതെ, ഞാൻ എല്ലാ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാറില്ലേ. തൽക്കാലം ഇത് വരണ അറിയണ്ട കേട്ടാ. ഞാൻ പറഞ്ഞോളാ, ചെറിയ ചെക്കനാണ് ഇങ്ങനത്തെ സീനൊന്നും ഡീൽ ചെയ്യിപ്പിക്കില്ല അവനെ കൊണ്ട്. ചതി ഒരു ചതിയില്ല, അല്ലെങ്കിൽ അവന് വളയാൻ പോണൊന്നുമില്ല. ഇത്രയൊക്കെ വേണോ? ഇവിടെ കളിക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടല്ലോ. ഇതാണോ നമ്മൾ കളിക്കാൻ പോണ ഡാൻസ്? ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചെടുക്കുന്ന കുറച്ച് ഓവറല്ലേ? എന്നും വെച്ച് കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ മോളിപ്പോ തകർക്കൂലോ. നിലാവുള്ള രാത്രി ഞാൻ നിന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചേച്ചി ഈ സൈഡ് ഓക്കെ അടിച്ചതൊക്കെ ഇറങ്ങിപ്പോ. ഒന്നുകൂടി വാതടക്കണ. എടാ അതെ, ഈ കല്യാണ വീഡിയോ ഒക്കെ ചെയ്യൂലേ, അതിന് ഏകദേശം എത്ര കുറവടാ? ഏകദേശം ഒരെണ്ണം ഇങ്ങനെ സെറ്റ് ആകാനുണ്ട്. പാലക്കാട് നിന്നായിരിക്കും. അഭിചേട്ടാ, എന്താ ഇത്? അത് CPUന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണല്ലോ. എടി, നീ ഉദ്ദേശിക്കുന്ന സാധനല്ലത്. ഇത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒഴിക്കുന്ന ഓയിലാണ്. ദേ, നിങ്ങൾ കുടിച്ചോ. പക്ഷെ ഇമാതിരി ഊളത്ര എന്നോട് പറഞ്ഞാണ്ടില്ല, തലടിച്ചാൻ പൊടിക്കില്ലേ. എന്താ എന്റെ പേര്? ശരണ്യ. നിന്റെ സ്മാർട്ട്നെസ് കൊള്ളാം. അല്ല, ഞങ്ങൾ ജസ്റ്റ് പരിചയം. സുധി, എന്റെ കല്യാണാണ്, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. ബാക്കി കത്തിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ കല്യാണത്തിന് കാണാം. ശരി എന്നാ. എന്താ മിസ്സേ ചെക്കന്റെ പേര്? മാണിക്. നല്ല പേര്. ഇതെന്താണിത്? ഗുരുകുല സമ്പ്രദായോ? അറിവ് പകരും തോറും വളരുന്നല്ലേ സാർ? സ്ത്രീകൾക്ക് മാത്രമുള്ളൂ ഈ പകർച്ച. ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോ ഞാൻ ജെൻഡർ വ്യത്യാസം കാണിക്കാറില്ല സാർ. സനോവർ, നീയാണോടോ നിന്റെ ക്ലാസ്സിൽ പഠിപ്പി? അങ്ങനൊന്നുമില്ല ഏട്ടാ. അന്നാന്ന് എടുക്കുന്ന അന്നാന്ന് പഠിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ സെറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി റെക്കോർഡ്സ് എന്റെ മാത്രമാണെന്നൊരു വാശിയുണ്ട് എനിക്ക്. അതത്രേ ഉള്ളൂ ഏട്ടാ. അതില് കൈവെക്കാൻ ഞാനൊരു അയത്തണ്ണുണ്ടല്ലോ, ITA, പോളിടെക്നിക്, 2 വർഷത്തെ ഇൻഫോ പാക്കിലെ ജോലി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നേക്കണം, മനസ്സിലായ? സുധി, മതി. മുട്ടാൻ നിക്കണ്ടാ നീ. വന്നേ നീ. ഇത് കോളേജ് അതോ മെന്റൽ ഹോസ്പിറ്റലാ? സർ, അസൈൻമെന്റ്സ്. ശരണ്യ, സീരീസ് എക്സാമിനെ റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ ബയാസിങ്, ആ ഭാഗത്ത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം നന്നായി പഠിച്ചോളൂ, ഇല്ലെങ്കിൽ ഐത്മേനെ പോലെ നടക്കേണ്ടി വരും. അല്ല, പുള്ളി യൂണിവേഴ്സിറ്റി ടോപ്പർ അല്ലേ? എൻ്റെ പൊന്നു മോളെ, ബുദ്ധിയുള്ള ആൾക്കാരടക്കം പാസ്സാവാൻ കഷ്ടപ്പെടുകയാണ്. പിന്നെയാണ് അവനെപ്പോഴുള്ള മുഴുക്കുടിയൻ. ചെല്ലേ അയ്യാ. അയ്യോ, പോയി ചെന്നടിക്കോ പോക്കണ്ടറിയാം. ഈ മീനാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞു? കൊച്ചിയിൽ വെച്ചിട്ട്. എനിക്ക് പഴഞ്ച ഈ ചേട്ടനയിലുണ്ടായിരുന്ന. അതെ, സോനാരുടെ ശത്രു. ഈ ചേട്ടൻ നിനക്ക് റിക്വസ്റ്റ് കിട്ടാ? നോക്കടി ചുബേട്ടോ. ഇത് മറയും ഫിഷാണ്. പുള്ളിയുടെ വീട്ടിൽ മറയനൊക്കെ ഇറക്കണ്ടെന്ന് തോന്നുന്നു. ചുബേട്ടോ. എന്നിട്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാങ്ങള്. എന്തിന്? ചെയ്യ്. പാഞ്ചേട്ടനാന്നാ കണ്ടിട്ട് തോന്നണേ.
ചെയ്യണോ? ആ ചെയ്യ ചെയ്തേക്കാം. ചെയ്താ ഞങ്ങക്കേ ചിപ്സിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിട്ടാണ്. കൊള്ളാലോ, അടിപൊളി വീടല്ലേ? ചിപ്സിന്റെ മീൻ കച്ചവടോ ഉണക്ക മീൻ കച്ചവടോ എന്ത് വേണേയാവാലോ. നല്ല അടിപൊളി വീടല്ലേ? പിന്നെ ഇവിടെ മുമ്പ് വണങ്ങച്ചവടോ. ഞങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും പിന്നെ ഒരു ചെറിയ അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ്. പിന്നെന്താ, അവിടെ അടുപ്പ് സെറ്റ് ചെയ്യാൻ, പാചകം ചെയ്യാം, ഫുൾ സപ്പോർട്ട് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. പോരെ? പിന്നെ പറമ്പ് യൂസ് ഹായ്, എന്നെ മനസ്സിലായ? നമ്മളൊന്ന് കൊച്ചിയിൽ വെച്ച്. പിന്നെ ആ മീൻ എന്താ പറയുന്നത്? ഏത് മീൻ? എന്ന കയ്യിലുണ്ടായിരുന്ന മീൻ. ഓ, അവൻ സുഖമായിട്ടിരിക്കണം. ഇന്ന് രാവിലെയും കൂടി തീറ്റ കൊടുത്തുള്ളൂ. അതിന്റെ പേരെന്താന്നറിയോ? ഞാൻ അവനെ രാഹുൽ എന്ന് വിളിക്കണത്. അതിന് ശരിക്കും പേര് ക്ലൗൺ ഫിഷ് എന്നാ. ഓഹോ, അത് ശരി. ഫൈൻഡിങ് നെമോ എന്ന പടത്തിലെ മീനാത്. ആഹാ, അവൻ ഇത്രയും ഫേമസ് ആണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ അവരിപ്പോ ഈ പടം വെച്ചേക്കാ. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത്. എന്റെ ഭാഗ്യം. അപ്പൊ ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. പിന്നെ കാണണം. നീ കൊറേ നേരം ചാറ്റ്. ആരാണ് ഇത്? പെണ്ണല്ല. എടാ വിനുവാടാ. ഏത് പട്ടി വിനു? ആ പട്ടി വിനു. ഒന്നുമില്ല, അവൻ തിരുവനന്തപുരത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണായിരുന്നു. എന്ത് കാര്യം? ഒന്നും പറയണ്ടടാ, ആകെ ശോകമാണ്. ശോകോ? ചിരിച്ചോണ്ടിരിപ്പുണ്ടാവില്ല. ചിരിച്ചു എന്നുള്ളൂ, മനസ്സിലാകെ ശോകം അടിച്ചിരിക്കണായിരുന്നു. അതാണ് കാശിന്റെ കാര്യം തന്നെ പ്രധാനം. 6 മാസം വാടക അഡ്വാൻസ് ആയിട്ട് ആദ്യം തന്നെ കഴിക്കണം. അത്രേ ഉള്ളൂ. എടാ, നമുക്ക് പൂക്കളൊക്കെ സെറ്റ് ചെയ്താലോ? നീ അവിടെ എങ്ങാനിരുന്നേ? നമ്മുടെ റബ്ബെല്ലാണ്. ഓ, നമ്മ ഇതിനൊന്നും പോവാൻ പാടില്ല. നീ ആ എത്തപ്പാനൻ ടീമിനെ നോക്കിയേ. പൂ മേടിക്കാനുള്ള പകുതി കാശ് നോക്കിയിട്ട് അടിച്ച് ടൈറ്റായിട്ട് വന്നേക്കാണ്. കണ്ണൊക്കെ ഇരിക്കണണ്ട ചോകാന്ന് തിണ്ടി. അവൻ ഇട്ടേക്കണെന്ന് തൊട്ടാണ് മലമ്പാമ്പിന്റെ തോല. ദേ ഇവിടെ ഇരുന്ന് അരിഞ്ഞോ, കൊറേ ഉണ്ട്. ഞങ്ങള് പൂക്കളിട്ടോളാം. അതെ, എനിക്ക് പൂക്കൾ വേണം. അങ്ങോട്ട് വന്ന മുട്ടാലേ ഞാൻ നല്ല ഇടിക്കും. ഇവിടെ ഇരുന്ന് കരിഞ്ഞാ മതി, ഞങ്ങൾ വരാറാകുമ്പോ പറയാം. ഹാപ്പി ആണോ സർ? ഹാപ്പി ആണോ? വന്ന് അടുത്ത കോമഡി. ശരണി പൂവരിയാണോ? ശരണിന്റെ അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛൻ പഞ്ചായത്തിലെ UD ക്ലർക്കാണ്. എന്റെ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചായിരുന്നു, തോറ്റുപോയി ആ റോട്ടിന്. സാറിന് എന്നോട് പറഞ്ഞൂടെ, ഞാൻ അടുത്ത് കളിയൂലേ? സോറി. അവൻ വെള്ളം കുടിച്ചിട്ട് കയറും. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ആയിത്താട്ടാ, ആ സെക്കൻഡ് ഇയറിലെ ദിവ്യയുടെ കേസ് വേണ്ട, സ്പാർക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട്. അത് ശരി. ശരണ്യ, താൻ എന്താണ് എന്നെ കാണുമ്പോ എസ്കേപ്പ് അടിക്കുന്നത്? വാഷ്റൂമിൽ പോവാൻ. തനിക്കെന്നെ പേടിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ പേടിയില്ലേ? ചെറുതായിട്ട്. ഞാൻ ഭയങ്കര റഫാണ്. ഇവർക്കൊക്കെ അറിയാം, ഇവരോട് ചോദിച്ചാൽ മതി. അറിയാം. എന്തറിയാം? ചേട്ടൻ ഭയങ്കര റഫാന്ന്. ഗുഡ്, ആവട്ടെ. ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ? ഏത് പാട്ട്? പരിമലച്ചെരുവിലെ. അതേത് പാട്ട്? സ്ഫടികത്തിലെ പാട്ട്. പരിമലച്ചെരുവിലെ പടിപ്പുര എനിക്കറിയില്ല. ആവട്ടെ. പോട്ടെ. താനോട് പോണു, താനോട് ഇരിക്കും. ശരണ്യക്ക് ഈ ക്യാമ്പസിൽ ഏറ്റവും കമ്പനിയുള്ളത് ആരായിട്ടാണ്? സോന, ഷെറിൻ, അവരൊക്കെ. ആമ്പിള്ളേര്. ആ, സംഗീതമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടോ, ഞാൻ വാഷ്റൂമിൽ പൊക്കോട്ടെ? അതാണെന്തെങ്കിലും കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്റെ പാട്ടുണ്ട്, അവിടെ ഉണ്ടാവണം. എന്ത് വേഷോടോ? ഓണമൊക്കെ അല്ലേ കുഞ്ഞെ?
അവൻ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കില്ലെന്ന് എനിക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാനാണ് തോന്നി. അവൻ റഫാണ് അത്ര, ഞാൻ അതിലും വലിയ റഫാണ്. അവൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവൻ എന്തായാലും ഇന്റർവ്യൂ ചെയ്യണം. ബാത്റൂമിൽ വെച്ച് മാസാവൻ നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആളെ കിട്ടും മോളെ. Girl, there ain't no faking, girl. It's you that I need, girl. Oh yes, indeed. കാലേ മുതൽ ഇവിടെ ഡാൻസ് കളിക്കാൻ കയറുള്ളാന്ന്. അവിടെ ഒന്ന് കൂവലാണ്, സംഗീതനൊക്കെ കൂവി ഓടിച്ച്. ഇതിൽ നീ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ ഒരു കാര്യത്തിന് സോനുണ്ടല്ലോ കേട്ടാ. മാറങ്ങോട്ട്. അതെ, ഈ കൂളിംഗ് ഗ്ലാസ് നിർബന്ധമാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നീ കയറിയാ മതി. അല്ലേ Do you want more? Yes. അല്ലെങ്കിലും നീ ഒന്നും എന്നെ അർഹിക്കുന്നില്ലടാ. താങ്ക് യു സംഗീത് ഫോർ എ വണ്ടർഫുൾ സോങ്. അടുത്ത് നമുക്ക് ഇവരെ കേട്ടിടാം. വായിക്കണം. എന്ത് വായിത്തേണ്ടാണ്? വായിക്കി. ഇതിലുണ്ടല്ലോ. ഇത് വായിക്കടാ. അടുത്തതായി കോളേജ് കുമാരികളുടെ രോമാഞ്ചവും സർവോപരി ഈ കോളേജിലെ മോസ്റ്റ് ടാലന്റുമായ അജിത് മേനോൻ ചേട്ടന്റെ ഒരു തകർപ്പൻ ഗാനം. സാർ ഒരു കല്ല് കിട്ടും. കല്ല് എന്തിനാടാ ഈ ഓണഘോഷം എന്നൊക്കെ പറഞ്ഞ ഇമാതിരി പേക്കൂത്ത് സമ്മതിക്കുന്ന എച്ചോടിയാ പറഞ്ഞാലോ? കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ഈ പാട്ട് ഞാൻ ഈ ക്യാമ്പസിൽ ഏറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കരിമിഴിക്കുരുവായിരിക്കും. സ്കൂൾ കാലം മുതലുള്ളവന്റെ സ്ഥിരം നമ്പറാ. ആണോ? ഞാൻ പറഞ്ഞു നിന്മാറിൽ ഒരിക്കൽ കൂടെ സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. അടുത്ത ഒരു ഡാൻസ് ആണ്. ഓക്കെ, എല്ലാം സെറ്റല്ലേ? നാളെ എടുത്തോ. ശ്രീതാ Team Daba girls on stage. അത് വേണം താത്ത. കൊറിയോഗ്രാഫി ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വളരെ നന്നായിരുന്നു. അയ്യോ, നോക്ക്, ഇത് നോക്ക്. നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. അയ്യേ, ഈ കുട്ടി എന്താണ് ഈ കാട്ടിനെ? അവരോട് മര്യാദ കളിക്കാൻ പറയൂ. ഏത് കുട്ടി? ആ അറ്റത്തുക്കണ കുട്ടി. അത് നീ എല്ലടി ക്രാപ്പേ. അതെ, ഏത് പൊട്ട ബുദ്ധിക്കാണ് ഇതിനൊക്കെ വലിച്ചു കയറ്റാൻ തോന്നിയത്? ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടോ? എന്താ? എന്നെ എന്തിനാണ് ഈ ഇൻസ്റ്റലിട്ട് കഷ്ടപ്പെടുത്തണേ? ആ നമ്പർ തന്നൂടെ? ഒരിക്കലും വിളിച്ച് ശല്യപ്പെടുത്തൂല. അത് ശരി. എനിക്ക് ഇൻസ്റ്റയാണ് കംഫർട്ട്. വിളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ ഫോൺ നമ്പർ? വിളിക്കലേട്ടാ.
വിളിക്കല്ലേന്ന് പറഞ്ഞിട്ട്. ആ അവളത് ചെയ്യും, അവളത് ചെയ്യൂ. ഡബി ഒന്നും മിണ്ടായിരുന്നടാ, ഇതൊന്ന് കാണട്ടെ. ഒരു ഹലോ എങ്കിലും പറഞ്ഞിട്ട് വെക്കായിരുന്നു. നീ ആരോടെ ചാറ്റണേ? ആരടി പറയടി. ഞാൻ പറയില്ല, നിനക്കതറിയേണ്ട കാര്യമില്ല. ഞാൻ പറയാം. അജിത്ത് മേനോൻ. സംഗീത് ഒരിക്കലുമല്ല. നമ്മുടെ കോളേജിലുള്ള ആരെങ്കിലും ആണോ? അപ്പൊ അരുൺ സാറും അല്ല, പിന്നെ ആരടി? ബൈ, ഗുഡ് നൈറ്റ്. സോന. യെസ്. സോന. ആ ആരാന്നറിയോ? ആരാ? നമ്മളന്ന് കൊച്ചി പോയപ്പോ പ്രശ്നം ഉണ്ടായില്ലേ, ആ ചേട്ടൻ. ഒച്ച വെക്കണ്ട, ജസ്റ്റ് ചാറ്റിങ്, അത്രേ ഉള്ളൂ. ഇന്ന് നമ്പർ എടുത്തു. ആ ബെസ്റ്റ്. നീ പരുന്തുംകാലില് പോകാൻ നോക്കിയാട്ടാ. ആ അജിത്ത് മേനോൻ നമ്പർ ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ മടി. ഇവൻ ചോദിച്ചാ കൊടുക്കാല്ലേ? അജിത്ത് മേനോൻ ആരാണ്? നിന്റെ അമ്മയുടെ മോനാ, പാവലറ്റ്. എന്ത് മണ്ടെന്ന്. ഈ ചേട്ടൻ നൈസാണ്. എന്ത് ദൈവമേ, ഗുഡ് നൈറ്റ്. മാത്രമേ എന്താടി തലയിടിച്ചു, തലയിടിച്ചു. ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നുന്നത് എന്തും ഓപ്പൺ ആയിട്ട് എഴുതാം. ആരും പേരൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഓപ്പൺ ആയിട്ട് എഴുതാം. എന്ന് നോക്കണേ, ബുക്ക് എടുത്ത് എഴുത്. നീ പുള്ളിയെ പറ്റി പറയണത് എന്താണെന്നറിയണം. അതിന് വേണ്ടിട്ടാ. അതിന് പേരൊന്നും വെക്കുന്നില്ലല്ലോ. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. എടി എന്റെ കൈ അക്ഷരമൊക്കെ പുള്ളിക്ക് കാണാപ്പാടായിരിക്കില്ലേ? ഒരുപാട് ഇഷ്ടമാണ്, ജീവനാണ് എനിക്ക് അരുൺ സാറിനെ. സോറി അരുണേട്ടാ. ചിരിക്കാണ്ട് ഏത് മുഞ്ഞിക്കളിന്റെ ഡിയർ അരുൺ സാർ. സാറിന്റെ സ്വഭാവം വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സ്വഭാവം. അക്കരയിലും ഇക്കരയിൽ ആലിമാലി മണപ്പുറത്തും കാത്ത് കാത്ത് കാത്തു നിന്നേ. വൗ വൗ വൗ. ഓ പ്രിയ അരുൺ സാർ, താങ്കൾ ഏത് ബ്രാൻഡ് മസ്കാരയാണ് ഉപയോഗിക്കുന്നത്? അതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ന സ്വന്തം എസ് സോന. നല്ല വിവരമുള്ള സാറാന്ന് തോന്നിയിട്ടുണ്ട്. സാറ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു ഫോർ ബീങ് എ ഗുഡ് ടീച്ചർ. എന്ത് ടൈപ്പ് വെജിറ്റബിളാ നമുക്ക് അറിയേണ്ടത്? കപ്പ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. ആ ചിപ്സ് ഉണ്ടല്ലോ. നമുക്ക് ഇത് എത്ര കിലോ ഏകദേശം വരുന്നുണ്ട്? ഒരു 100 കിലോ. എങ്ങനെയാ റേറ്റ് പറഞ്ഞേ? ഇതിന്റെ ഈ പ്രവർത്തന തത്വം എങ്ങനെയാണ്? അത് സിംഗിൾ ബ്ലേഡ് ആണ്. പിന്നെ കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഡബിൾ ബ്ലേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ? എന്റെ പൊന്നോ, ഇങ്ങോട്ട് കോളാ. ഞാൻ ചുമ്മാ വിളിച്ചാണ്. അത് ചേട്ടൻ വിളിച്ചപ്പോ കട്ട് ചെയ്തല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞ വെക്കാന്ന് വിളിച്ചു. അപ്പൊ ശരി, ഞാൻ വെക്കുവാണ്. ബൈ ബൈ ബൈ. വെക്കല്ലേ. കോനെ കുച്ച് നീ. ആരായിരുന്നടാ നീ നേരത്തെ ഫോണും പിടിച്ച് ചെറ്റടിച്ച് ഓടണ്ടായിരുന്നല്ലോ? ഇനി ഇത് വിളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം പറഞ്ഞേ. പെണ്ണാ? അതെ. ദൈവമേ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചാണ്. അപ്പൊ ആരാന്ന് പറഞ്ഞാൽ നീ തളർന്നു വിടുവല്ലോ. സാലിയാണോ? സാലി ഒന്നല്ല എടാ, പെണ്ണിന്റെ ഒരു ശരണ്യാന്നടാ. അന്ന് നോർത്തിൽ അടിയുണ്ടാക്കിയില്ലേ? എനിക്കറിയായിരുന്നടാ. അന്ന് നിന്റെ പെരുമാറ്റം ഞാൻ അവിടെ മണത്താണ്. എടുത്തേണ്ടി ഞാൻ പറഞ്ഞാലും എനിക്ക് അവളെ ഇഷ്ടമൊന്നു. നിന്റെ എന്നത്തെ ഓവറാക്ടിങ് കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നടാ. അല്ല എന്നെ പറഞ്ഞാൽ മതി. എടാ, ഈ ഒരു കാര്യത്തിൽ നീ എൻ്റെ കൂടെ നിൽക്കണം. നിനക്കും ശില്പക്കും വേണ്ടി ക്യൂൻ മേരീസിൽ ഞാൻ എൻ്റെ കൗമാരവും യൗവനവും വരെയും ബലി കൊടുത്താണ്. ഞാൻ അവളെ വളയ്ക്കാൻ പോണേ. എടാ, എൻ്റെ റേഞ്ചിന് നിനക്കാട്ടും നല്ലൊരു കൊച്ചിനെ കിട്ടൂല. അവൾക്ക് നല്ല പഠിപ്പുണ്ട്, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. എടാ നിന്റെ റേഞ്ചാ അത് കളാ. അതിനെപ്പറ്റി പറഞ്ഞ് തർക്കിക്കാൻ എനിക്ക് നേരില്ല. എടാ നീയോട് തെണ്ടിത്തരോടാ കാണിച്ചത്. എടാ നീയല്ലേ പറഞ്ഞ അവൾക്ക് ശില്പയുടെ ചായ ഉണ്ട്, തേങ്ങ ഉണ്ടെന്നൊക്കെ. അതിന് അവളെ കാണാൻ ശില്പനെ പോലെ ഒന്നുമില്ല. സോ വാട്ട്? എടാ നീ എന്നോട് മറച്ചു വെച്ചുണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എടാ ഞാൻ മെഷീനോണായി വാ. എടാ ഞാനൊന്ന് മീൻ വാങ്ങാൻ പോയപ്പോ നീയൊക്കെയല്ലേ പറഞ്ഞ മീൻ വാങ്ങണ്ടെന്ന്. ഞങ്ങളുടെ കണക്ഷൻ തന്നെ അതിലാടാ. എടാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയടാ. അപ്പൊ സാലി എന്ത് ചെയ്യും? നീ എടാ അവളെന്നെ അങ്ങോട്ട് നൈസായിട്ട് ക്ഷണിച്ചോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. പിന്നെ അവൾക്ക് പ്രാന്തല്ലേ?
എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാവളെ. ഇതെന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂര്, അത് കഴിഞ്ഞപ്പോ മഞ്ചേരിയിൽ കല്യാണം, പിന്നെ എന്താ പനങ്ങാട് സ്റ്റേഷൻ, നാളെ തിരുവനന്തപുരം. എടാ എന്നെ കൊണ്ട് വയ്യടാ, ബോഡി പെയിനാന്ന്. എടാ വരുണേ, നിനക്കും ശില്പൊക്കെ വേണ്ടി ഞാൻ മൈസൂർ മസനം കൂടി ടിൻറ്റിക്കിടും. നോ, മനസ്സിലായി, ഞാൻ വരാം. അപ്പൊ നാളെ കല്യാണ ഹാളിൽ ലോക്കൽസ് വരുന്ന ഇറങ്ങുമല്ലോ. അതാരടാ? നമ്മളെന്നെ. അല്ല എവിടെ സ്റ്റേ? നമ്മുടെ പട്ടിവിനോട് സെറ്റപ്പില് ടെക്നോ പാർക്കിൽ പുള്ളി താമസിക്കുന്ന വീട്ടിൽ സെറ്റ് ചെയ്തേണ്ടി. ഓക്കെ. അപ്പൊ ചെലവ്? ഫുൾ ചെലവ് ഞാനായിട്ട്. ഓക്കെ. പകുതി. എടാ നീ എന്നെ കണ്ടോണ്ട് ഞാൻ എവിടെ നോക്കി? എനിക്കറിയായിരുന്നു. ഓക്കെ. ബ്രോ ആക്ച്വലി വിനു ഇവിടെ ഇല്ല, നാട്ടിൽ പോയി. അത് ഞങ്ങൾക്കറിയാം, വിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ കണ്ടാകുന്ന പറഞ്ഞത്. അതെ, പക്ഷെ ബ്രോ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച്. ഇവിടെ 2 റൂമിലായിട്ട് 4 പേരെ താമസം. പിന്നെ നിങ്ങളുടെ പ്രൈവസി ഒക്കെ അത്ര ഞങ്ങൾക്ക് എന്ത് പ്രൈവസി? ഇവിടെ അല്ലേ ഷൂ വരുന്നത്? പട്ടിവിനു ഇവനോടത്തെ മെയിനല്ലേ? ബ്രോ ഹോളിലാരും കിടക്കണല്ലോ? ഇല്ല, ഹോളിലാരും കിടക്കുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ സെറ്റ് ആയിക്കോളാം. ഞാൻ ആദ്യം വിളിക്കോട്ടാ. ബ്രോ ബാത്റൂം എവിടെയാണ്? ബാത്റൂം ആ കണ്ട് കണ്ട്. എടാ ഞാൻ വിളിച്ചിട്ടാ. ആ ബ്രോ ആ കളി ഒന്ന് നോക്കൂ. കളി മഴ ഉപയോഗിച്ചു ആണ് അന്ന് ഈ സേരി വെക്ക്. എന്നാ വെച്ചോ. എടാ നീയേ അവളൊന്ന് വിളിച്ചോക്ക്, എന്നിട്ട് എങ്ങോട്ടാ വരണ്ടേ നോക്കി. അവൾ വിളിച്ചിട്ട് കിട്ടണടാ. അത് ശരി. നമസ്കാരം. എടാ നീ കുളിക്കണല്ലേ? ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഏത് ഓപ്പിലാണ് ഇവിടെ കയറിക്കണേ? ആ പട്ടീനിന്റെ കെയർ ഓഫിൽ ഒന്ന് കയറിയണതാണ്. ആ വിളിച്ച് പറഞ്ഞായിരുന്നു കുമാരന്റെ കാര്യം. ഹലോ. ഹലോ, കുറെ മിസ് കോൾ ഉണ്ടല്ലോ. ഞാനിപ്പോ എവിടെയെന്നറിയോ? എറണാകുളത്തല്ലേ? അല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നേക്കണേന്ന്. തിരുവനന്തപുരത്തേക്കാ? എന്തിന്? ഞങ്ങൾ നാളെ കല്യാണത്തിന് തന്നെ ഉണ്ട്. ഞങ്ങളാ? വേറെ ആര്? എന്റെ കൂടെ വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെന്ത് പണ്ടാർത്താണ് ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? നീ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലെ എനിക്ക് തോന്നിയത്. അയ്യോടാ. അതെ, കല്യാണം എവിടെ വെച്ചിട്ടാണ്? ഏത് ഹോളിലാണ്? ഉറങ്ങാൻ പറ്റണല്ലോ. നീ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. 250 കിലോമീറ്റർ വണ്ടി ഓടി ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ. അതെ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കണേ. ഉറക്കൂല്ല. ഞാനീ 250 കിലോമീറ്റർ മഴയും കൊണ്ട് ബൈക്ക് ഓടിച്ചെന്ന് എന്തിനാന്ന് എനിക്കറിയോ? അനുമിസിന്റെ കല്യാണം കൂടെ. അതിനല്ല, എന്റെ ഫോൺ ഓഫ് ആണതിന് മുമ്പേ നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോണേണ്. നേരെ ഒരുപാടായി. ഞാൻ ആളിക്കട്ടെ. ഗുഡ് നൈറ്റ്. അല്ല പോലെ. മോളെ ഷെറിനെ മാറുന്നില്ല കൂടെ എന്റെ നെഞ്ചത്തോട്ട്. അയ്യോ, ഇത്ര നേരത്തെ കഴിഞ്ഞ? 2.5 മണിക്കൂറല്ലായുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയടാ. അയ്യോ. എടാ വരുണേ, ഞാൻ അവളുടെ അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവള് യെസ് പറഞ്ഞു മാത്രം പറയലട്ടാ പൊന്നുമോനെ. അവളൊന്നും പറഞ്ഞില്ല. അവള് നൈസായിട്ട് വിഷയം മാറ്റിക്കളഞ്ഞു. ആലോചിക്കാന്ന് പറഞ്ഞു. ആലോചിക്കാന്ന് പറഞ്ഞ? നീ ഒരു അറിയാണ്ടടാ. അവളുടെ നമ്പർ ഇട്ടിട്ട് എത്ര ദിവസം പറഞ്ഞ? ഒരാഴ്ച? 3 ആഴ്ച. കിടക്കാൻ നോക്കുമല്ലോ. വിധി. നിന്റെ ഒപ്പം ജീവിതകാലം മൊത്തം കഷ്ടപ്പെടണമെന്ന് ആ പെണ്ണിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നിന്റെ നാവ് പൊന്നാകട്ടടാ തെണ്ടി. നീ ഒന്ന് കൈമാറ്റേ. വരുണേ, എടാ വരുണേ, എടാ വരുണേ, എടാ നിന്റെ റെഡ് ഷർട്ട് ഉണ്ടാ? എന്തിനാ? അവര് പിള്ളേരെല്ലാരും റെഡ് ഡ്രസ് ഇടാനെന്ന് പറഞ്ഞ യൂണിഫോം ആയിട്ട്. അപ്പോ നമ്മുടെ അടുത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരെണ്ണുണ്ട്. എന്റെ ഒന്നും ഇല്ലടക്കെ. ബ്രോന്റെ അടുത്ത് ചുവന്ന ഷർട്ട് ഉണ്ടാവോ?
ചുവന്ന ഷർട്ട് ഉണ്ടാവാൻ ചാൻസ് ബ്രോ ഉണ്ടാവും. ബ്രോന്റെ ഷർട്ടൊക്കെ ഒന്ന് കാണിച്ചെന്ന്. ദേ ചുവന്ന ഷർട്ട്. ബ്രോ അത് മതി ബ്രോ, ഒന്നെടുത്താ ബ്രോ. ശരി. അല്ല ഇത് ഞാനത് കിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇടാത്ത വേണ്ട, ഇട്ട് മുഷിഞ്ഞത് വേണ്ട ബ്രോ. അല്ല ഞാനിത് വേറെ ആവശ്യം വേണ്ടി എടുത്ത് വെച്ചാണ്. എന്റെ പൊന്നു ബ്രോ, ഞങ്ങൾ കൊച്ചിക്കുണ്ടോല്ല ഫോണിനും പൂരി തരൂലേ? ഷോൾഡറിന്റെ 2 തുന്നിലൊടിക്കേണ്ടി വരും. തരും. എനിക്കാണ് ചൂടെടുത്തിട്ട് പൊളിയാണിവിടെ. കഴിഞ്ഞ ദിവസേ ക്ലാസ്സിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പോ സാറേ എഴുന്നേറ്റ് ചേർത്തി കൈയടിച്ചു. ആ ഭയങ്കര അപ്ലോസ് ആയിരുന്നു. ശരണ്യ ആബ്സെന്റ് ശരണ്യ, ഈ തിരുവനന്തപുരം ഭാഗത്തെ കല്യാണത്തിന്റെ രീതികളൊക്കെ ഒന്ന് വേറെയാണ്. നമ്മുടെ ഈ തൃശ്ശൂർ പാലക്കാട് സ്റ്റൈലല്ല. ഇവിടെ ഈ കല്യാണത്തിന് ബോളി കിട്ടും. ശരണ്യ കഴിച്ചിട്ടുണ്ടോ? നല്ല രസം. പിന്നെ അമ്മ ചോദിക്കുക കല്യാണം നോക്കട്ടേന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി, കല്യാണപ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ സയൻസ് എക്സിബിഷന് സാമ്പാർ വിളമ്പുന്ന ഒരു റോബോട്ടിന് ഉണ്ടാക്കുന്ന. ശരണ്യ അപ്പമ്മ ചോദിക്കുക നീ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോന്ന്. ഞാനിപ്പോ എന്താ പറയാ അല്ലേ? എന്ത് നല്ല സാറായിരുന്നു. ഇപ്പൊ ആളുടെ അവസ്ഥ നോക്കി. ശരണ്യ പിരികത്തിന് കുറച്ച് കട്ടി കൂടി തോന്നുന്നു. ത്രെഡ് ആയിരുന്നില്ലേ? ഇതല്ലേ ഭംഗി? ആണോ? അല്ലേ? ഇതും ഭംഗിയാണ്. ഈ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും ഇവൾക്കൊരു ജീവിതം കൊടുക്കാറില്ലേ? അതാ നീ കൊടുക്കും. വേസ്റ്റഡ്. ഈ റോബോട്ടിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാ. ശരണ്യ നമുക്കൊരു സെൽഫി എടുത്താലോ? ആ എടുക്കാം. വാ സോന, സെൽഫി വാ. പിന്നെ എടുക്കാം. പിന്നെ അത് ശരിയാ, അകത്ത് കയറിയിട്ട് എടുക്കാം. എല്ലാവർക്കും കൂടി എടുക്കാം. റോബോട്ടിന്റെ ബാക്കി വിശേഷം. സാറിന്റെ പെണ്ണ് കേസ് എന്തായിരുന്നു? എങ്ങനെ? അല്ല പെണ്ണ് കാണല്. ഇതെന്താണത്? പാർട്ടി സമ്മേളനം എന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞിട്ടായിരുന്നു. നോക്കി നൈസായിട്ട് പുറത്തു സദ്യച്ചിട്ട് ഹായ്. 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 ഇത് വരും. അന്നുണ്ടായിരുന്നു. അതന്നെ. നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ല? അവിടെ മറ്റവളക്കില്ല സോനയൊക്കെ. ഞങ്ങളിവിടെ നിന്നോളാം. നീ ഇവിടെ കുറച്ചേരം നിൽക്ക്. ഞാനിവിടെ. അല്ലെങ്കിൽ 24 മണിക്കൂറും വലയെ കുടുങ്ങിയ കടൽപ്പാമ്പനെ പോലെ കിടക്കുന്ന പെണ്ണാണ്. ഈ തല്ലിപ്പുള്ളികളെ കണ്ടപ്പോ ഒടുക്കത്തെ കളിഞ്ചിരി. നിനക്ക് മനസ്സിലായോ? നിനക്കറിയായിരുന്നോ? ഒരാവശ്യത്തിന് വന്നപ്പോ ശരണ്യനെ വിളിച്ചപ്പോഴുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടിട്ട് വന്നു വന്ന ഈ റെഡ് ഷർട്ട്. അതാണ് യാദൃശികം എന്ന് പറയണേ. ഞങ്ങൾ രാവിലെ വെറുതെ എടുത്തിട്ടാണ് റെഡ്. ഇവിടെ നോക്കിയപ്പോ എല്ലാരും റെഡ്. ഇത് നിർണട്ടാ. നിങ്ങള് ഇറങ്ങില്ലേ? ശരണ്യ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞേക്കണേ. അത് ശരി. ഇവിടെ നമ്പറും തരുമോ? നമ്പറാ? നമ്പർ വാങ്ങി പറഞ്ഞോ. 970 കോടി 970 കോടി 71,50,975. 55,975. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ബ്രോയുടെ പേരെന്താ പറഞ്ഞ? ദീപു. ശരി ശരി സാർ. എന്ത് പാവോടാ. ശുദ്ധൻ. ആ ശുദ്ധൻ. അരുൺ സാർ ഇധർ. അല്ലടാ ഞാൻ ഉദർ. എന്നാ ഉദർ പോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെ ഇരിക്കി? അതല്ല ഞാൻ ഇതെന്ന് പറഞ്ഞത്. ഇരുന്നോ. ചേട്ടാ വാങ്. എടാ ഇപ്പുറത്തിരുന്ന്. നീ ഇവിടെ നിന്ന് പറയാൻ അവിടെ ഇരിക്കണോ? നീ അവിടെ അങ്ങനെ ഇരുന്നേ. ശരണ്യ നീ എപ്പോഴാ പോണേ? ഞങ്ങൾ കുറച്ചു കഴിഞ്ഞു പോകും. നിങ്ങൾ എപ്പോഴാ പോണേ? നിങ്ങൾ പോയ ഉടനെ ഞങ്ങളും പോവും.
സാറേ നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ CMRR ചെറിയൊരു കൺഫ്യൂഷൻ. അത് ഇപ്പോഴാണ് നീ ഡൗട്ട് ചോദിക്കുന്നത്? അല്ല, സാറല്ലേ പറഞ്ഞത് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാന്ന്. എന്നാ നീ പാതിരാത്രിക്ക് വിളിക്കറാ? അവിടെ ഭക്ഷണം കുത്തി കയറ്റുമ്പോഴാണോ എൻ്റെ ഡൗട്ട്? പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിക്കാതെ ആലോചിച്ചാ എന്താ കാര്യം? എന്റെ പൊന്നു ദീപു ഇവിടെ തന്നെ വേണോ? ഒന്നും മിണ്ടേരടാ. ശരണ്യ ആലോചിച്ചാ? ആ ഏ ഓക്കെയാണ്. എന്തോക്കെ? ഡണ്ണാണ് ഡൺ. കഴിക്കണതുണ്ടി എന്റെ അതെനിക്ക് ഇവിടെ ഉണ്ട്. സന്തോഷം കൊണ്ട് ചോദിച്ചാലടാ. നീ നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചോട്ടാ. ഡാബി ഇതെങ്കിലും മര്യാദക്ക് നടത്തണേടാ. ഞങ്ങളൊക്കെ ഇല്ലേ? ബാക്കി എല്ലാരും ഇട്ടോ. ഇട്ടോ. നീ ഒരു റീസൺ പറ. അവനോട് യെസ് പറയാനുള്ള ഒറ്റ റീസൺ പറ. മീൻ വളർത്തല ഒന്നും പറഞ്ഞേക്കരുത്. ഇത് വലിയ ശല്യായാലും നമുക്ക് കുളിക്കണ്ടേ? മനുഷ്യനോട് മോശം പറയാനൊന്നും എനിക്കറിയില്ല. ആ പുള്ളി നൈസാണ്. ഇനി വരുന്നോട് വെച്ചാണ്. അപ്പൊ നിനക്ക് പഠിക്കാൻ മാത്രം ബുദ്ധിയുള്ളൂല്ലേ? 255 250 എന്ന് പറയുമ്പോ 250 തന്നെ വെക്കടാ. കൂട്ടല്ലേ ഇപ്പൊ കാണാം. ഇല്ല, ഫുഡ് എത്തിയിട്ടില്ല. നീ കഴിച്ചാ? പിന്നെ ഈ സൺഡേ നീ വീട്ടിൽ പോകണമെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർക്ക് വരട്ടെ. നമ്മുടെ കുറച്ച് കമ്പനിക്കാർക്ക് നിന്നെ പരിചയപ്പെടാനോ. ഒരു പ്രശ്നമില്ല, പാവങ്ങളാ, ഡീസന്റ്. ഷാരു ഫുഡ് വന്നിട്ടാ, ഞാൻ വിളിക്കാം. നല്ലൊരു പെങ്കൊച്ച്. അതിന് എന്തിന്റെ പേരാന്താന്നാണ് ഞാൻ ആലോചിക്കണത്. ഷാരുളി കേൾക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നു വരണേ. ഞാനിപ്പോ വേറെ ലെവൽ ഫീലിംഗ് അനുഭവിച്ചോണ്ടിരിക്കണേ. ഇനിയിപ്പോ ചെക്കന് ടെഡ്ഡി ബിയർ, ഡയറി മിൽക്ക്, ലവിന്റെ ചിഹ്നമുള്ള തലയണ, പിന്നെ വാലന്റൈൻസ് കാർഡ്. ചെക്ക ബിസിയാണ്. എനിക്കത് തോന്നിയടാ. ഇവൻ പറഞ്ഞ ബാക്കി ലിസ്റ്റിലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. എന്റെ ചേട്ടാ ടെഡ്ഡി ബിയർ ഇഷ്ടമാണ്, ഡയറി മിൽക്ക് ഇഷ്ടമാണ്. ഇതെന്താണിത്? ഒരാൾ ഇങ്ങനെ ഒതുക്കരുത്. കണ്ണം കറഞ്ഞിട്ടേ പോണം. അടുക്കാൻ പറ്റില്ല അടുത്ത്. ലവ് എന്താണ്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ദീപു. എന്നെ പോലെ തന്നെ പാവ. നിന്നെ പോലാന്നോ അതോ പാവാന്നോ? രണ്ടിലും ഒന്ന് പറ. എന്ത് പാവാണല്ലോ, എനിക്കിഷ്ടമല്ല അവനെ. അവനും നിന്നോട് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സൺഡേ വരും എൻ്റെ കൂടെ. അവനും ഫ്രണ്ട്സും വരുന്നുണ്ട്. വല്ല ചട്ടോ വിക്കോ ഒക്കെ ഉണ്ടെന്ന് പരിശോധിക്കാൻ വരുന്നതായിരിക്കും. ആ സഞ്ചിയുടെ അച്ചപ്പെടുത്ത് അവളെ തലക്കിളഞ്ഞു കൊടുക്കാൻ നിനക്ക് എന്ത് തരണം? അതിന് അച്ചപ്പോട് ഇരിക്കണു. തീർത്താ എന്റെ അമ്മ കൊടുത്തിട്ട് സാധനം തീർത്താ? യെസ്, തിന്നാനല്ലേ കൊണ്ടാ വെച്ചേക്കണത്. ഞാൻ ആ സ്വാദിക്ക് കൊടുത്തു, കുറച്ച് ഞാനും തിന്നു. അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോഴാണല്ലോ എല്ലാവർക്കും ആവശ്യം. ഇതെന്നാണ് ട്രെയിനിൽ തല വെച്ചെടുക്കുന്ന പോലെ സൗണ്ടൊക്കെ കേൾക്കുന്നുള്ള വയറ്റിന്ന്. ചുകിച്ച് കിടക്കാലേ മോളെ. അങ്ങടെ എണീറ്റ് അങ്ങോട്ട്. സോനെ സോനാരേ, സൺഡേ സെറ്റ് അല്ലേ? എനിക്കറിയാൻ പാടില്ലാണ്ട് വെക്കണം. നീ എന്തായാലും മുന്തിന നായിക്കുട്ടി അവർ മുന്നിലെ പ്രദർശനത്തിന് വെക്കാൻ. ഇത്ര ബുദ്ധിമുട്ട് നീ വരണ്ട സോനെ. അയ്യോ, നിന്നെ ഒറ്റയ്ക്ക് വിടാനോ? നോ വേ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ വരും. ആ പ്രോബ് വലിച്ചു പറിച്ചെടുക്കൂ. സാറേ, ഈ സാധനം കൊത്താൻ പറ്റണില്ല. വലിച്ചു പറിച്ചെടുക്ക്, കുറച്ച് സമാധാനം കിട്ടും. അരുൺസ് കലിപ്സിലാണല്ലോ. എന്താണത്? കുറച്ച് ദിവസമായിട്ട് ഈ മോഡാണ്. അല്ല, അവന്റെ സംസാര സ്റ്റൈല് കയറി വരണുണ്ട് നിനക്ക്. അവൻ പറഞ്ഞ എനിക്ക് നിന്റെ സംസാരം ഒന്നാ. നിനക്കൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം ഇല്ല മോളെ. റെസിസ്റ്റൻസ് വരയ്ക്കാൻ ശരി എനിക്കറിയില്ലേ? പിന്നെ എന്തീ വരച്ച് വെച്ചേക്കണത്? അറക്കവാളോ? ഞാൻ ഒന്നുപോലും സൈൻ ചെയ്തിട്ടില്ല. എല്ലാം മാറ്റി വരയ്ക്കണം കേട്ടാ. ഇതെന്താണിത്? ലൂർദ് പള്ളിയാ? കർവ് സ്മൂത്ത് ആയിരിക്കണം 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ എല്ലാരും ലൂർദുള്ള തന്നെ വരച്ചേക്കുന്നത്. ഞാനും സംഗീതം ഒരുമിച്ചാ വരച്ച്.
താനേ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടാ. ഫസ്റ്റ് ഇയറിൽ കണ്ട പാവം കുട്ടി നല്ല ശരണ്യ. ആളീ ലോകത്തേ അല്ല. താരു കാര്യം ചെയ്യും, ഇതെല്ലാം മാറ്റി വരയ്ക്ക്. ഞാനൊന്ന് അയഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലേ കയറി ഫീഡ്ബാക്ക് എഴുതാൻ പറഞ്ഞപ്പോൾ ലൈസൻസ് ആക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചത്? സാർ ദേ ഔട്ട്പുട്ട് കിട്ടി. ഒരു വ്യവസ്ഥയില്ല, വിവരമില്ല. വാവ്, വണ്ടർഫുൾ. എടോ നോയ്സ് സിഗ്നൽ എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ലേ. താൻ കുറെ കാലായില്ലടോ ലാബിൽ കിടന്ന് വരകണ്. തന്നോടേ കൂടുതലൊന്നും ഞാൻ പറയണല്ല, ഇഡിയറ്റ്. ഞാനത് മസ്കാരയുടെ കാര്യം ചോദിച്ചതേ പുള്ളിക്ക് ഫെയിൽ ആയെന്ന് തോന്നുന്നു. ശരണി വരച്ച ലൂർദ് പള്ളിമാർ ഇപ്പൊ പുത്തമ്പള്ളിയോ? ഒരു കാര്യം ചെയ്യ്, എല്ലാം മാറ്റി വെച്ചിട്ട് ലാബിൽ കയറിയാൽ മതി. ഔട്ട്. സാറേ സിആർഒ ഷോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഔട്ട്പുട്ട് കാണിക്കടാ. പ്രോമോയിലേക്ക് അവന് കണക്ട് അറിയില്ല. ഫോളോ മീ, ഫോളോ മീ. തന്നെ എന്തിനു വിളിപ്പിച്ചെന്ന് മനസ്സിലായോ? തനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം പറയാനാണ്. നീ എന്തിനാണ് 6 മാസം പറയാൻ പോയത്? നിനക്കുള്ള കാര്യം തുറന്നു പറഞ്ഞാ പോരെ? പിന്നെ ആ പുള്ളിനെ അവിടെ കത്തിയും കുത്താവും, നീ ഇടയ്ക്കിറന്ന് കുത്താവും ഇല്ലല്ലോ. 6 മാസം കഴിഞ്ഞെന്താ പറയാൻ പോണേ? ആവോ, വേറൊരു 6 മാസം കൂടി ചോദിക്കാവുന്നതാണ്. ഇനി വരുന്നിട്ട് വെച്ചാണ് സംഗീതന്റെ മുഖത്തുനിന്നായിരിക്കുന്നു. എവിടെ വേണ്ട ലേറ്റൻ്റെ അടുത്ത് മതിയിലാവും. നീ പോയാ ഞാൻ പോകുന്നില്ല. എന്റെ പനി അങ്ങനെ അറിയില്ല. ഇതങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്നല്ലോ, പ്രേമപ്പനിയല്ലേ. എന്തോരം നേരം പോലെ ഇപ്പോഴും മുഴുവൻ ശരിയായിട്ടൊന്നുമില്ല. ചിലത് ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അത് മാറ്റി വരയ്ക്കണം. സാർ ഇതിലൊരു പേപ്പർ. ശരണി ഇത് വായിച്ചിട്ട് എനിക്ക് റിപ്ലൈ തരണം. സാർ നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? ശരണി വിചാരിക്കുന്ന പോലെ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. സോറി. ഐ ലവ് യു. സാർ ഇത് ഭയങ്കര മോശമാണ്. നിങ്ങൾ എന്റെ സാറാണ്. ആണ്, പക്ഷേ ശരണ്യ ഈ ലെറ്ററിന്റെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. For me, it will be a credit to have you as my lover and mother of my kids. I love you. ഇതെന്താ ചോര കൊണ്ടാണ് എഴുതിയേക്കണേ? എന്ത് പോലീസ് നായ? ചോരയല്ല. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അരുൺ രാജ്. ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞ വിളിച്ച് വിഷയം തോന്നണ്ട നീ അവളാ, അല്ലെങ്കിൽ വിഷയം ഉണ്ടാക്കിയിട്ട് നിങ്ങള്. അവൾക്ക് അങ്ങനെ സീനൊന്നുമില്ലടാ. പൊന്നു മോനെ ഞാൻ അനുഭവിച്ചിട്ടുള്ള പറയണ. നീ വിളിച്ചേക്കണോട്ടാ, മനസ്സിലായ? 500 ചെലവാക്കി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച കേൾക്കാം. ഇനി ഒരു തുള്ളി മൊത്തം വെച്ചങ്ങനെ അയാളുണ്ടോ, പിന്നെ ഇവിടെ കളി മാറും. ദേവിക ബൈറ്റ്. അമ്മയുടെ മോള് ചിങ്ങ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ പൊന്നു മോനെ, ഒരാഘോഷത്തിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അല്ല അത് ഉറങ്ങി വരായിരുന്നു വെച്ചിട്ട് പോയി നീ. വരുൺ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ വിളിച്ചാണ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. രാത്രി വിളിച്ചിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.
നിനക്ക് ബേസിക് ഹൈജീൻ എന്ന് പറഞ്ഞ സാധനമില്ല മോളെ. വേണോ കഴിച്ചോ? ഇവളിത് ഇനി 2 മാസം കൂടി. എടി നോക്കണില്ലേ? 50-49 രൂപ നോക്കിട്ട് പറഞ്ഞാൽ മതി. ഓഹോ ചെല്ലോ പോയി നോക്കിട്ടോ. ഓക്കേ ഹഡ്സ് അബൌട്ട് ഇറ്റ്. എടി തോറ്റടി. സാർ എന്തിനാ എനിക്ക് അണ്ടർ ഇട്ട്? താനത് റിസർവ് ചെയ്യുന്നുണ്ട്. തനി മൊത്തം ഭയങ്കര ഉറപ്പായിരുന്നല്ല. അറ്റൻഡൻസും ഇല്ല, അസൈൻമെന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. സാർ പേഴ്സണൽ വിരോധം വെച്ച് ഇങ്ങനെ ചെയ്യരുത്. എന്ത് പേഴ്സണൽ വിരോധം? തന്നോട് ഞാൻ മറ്റേ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് താന്ന് മൊത്തം പാട്ടാക്കിയില്ലേ? സാർ അത് അവർ കണ്ടുപിടിച്ചതാണ്. തനിക്ക് ലവറുള്ള കാര്യം തന്റെ വീട്ടിലറിയൂ. ഞാനത് പാട്ടാക്കട്ടെ. ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ എൻ്റെ അടുത്ത് വരരുത്, മനസ്സിലായ? ഹലോ ഞങ്ങളിവിടെ ഹോസ്റ്റലിലെത്തിയിട്ടുണ്ടേ. എവിടെ? ഹോസ്റ്റലില്. ഞാൻ വരാം. കോളേജിൽ വരണോ? വേണ്ട ഞാൻ വരാം. ഇനി ഇപ്പൊ ഇരുന്ന് നോക്കിയിട്ട് എന്താ കാര്യം? ഒരൊറ്റ ക്ലാസ് ടെസ്റ്റ് പോലും തോറ്റിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഒക്കെയും തോറ്റതാണോ? ഞാൻ വേറെ ബ്രാഞ്ച് ആങ്കിളെ. ഓ ഭാഗ്യം. നിലത്തൊന്നും അല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അമ്മ ഒരുപാട് അരുൺ സാർ പറയുന്ന പോലെ പറയരുത്. അപ്പൊ മാഷിനും മനസ്സിലായി. എന്റെ പൊന്നു മോളെ, നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാൻ മാത്രം എന്ത് കാര്യം ഉണ്ടായത്? അത് പറ നീ. അരുൺ സാർ നിങ്ങളോട് വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? വേറെന്ത്? എന്ത് പറഞ്ഞാ നീ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. അതെന്താ നിന് ഇഷ്ടാവാത്ത? അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ എവിടെ നിങ്ങളുടെ വീട് എവിടെയാണ്? നീരാവി. ധാരാവിയോ? അവിടെ എന്താ പ്രധാനം? ഓ അധോലോകോ. മോളുടെ വീട് എവിടെയാണ്? എന്റെ വീട് കൊച്ചി, വൈറ്റില. വൈറ്റില. അവിടെ എന്താ പ്രധാനം? അവിടെ ഇവളാണ് പ്രധാനം. ഈ ആഴ്ച വീട്ടിൽ വരണ്ട നീ? വരണ്ടേ? വരണ്ട. എന്തിനാ എപ്പോഴും അങ്ങോട്ട് ഓടി വരണത്? ഇവിടെ ഇരുന്ന് 4 ലക്ഷം വായിച്ചു പഠിക്കണി. ഇവിടെ ഇരുന്നാലാണ് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണത്. എന്നാ നമുക്ക് ഇറങ്ങാം. ശരി കേട്ടോ മകളെ. എന്താ അല്ല ചായ പിടിക്കാൻ? അല്ല ജിമ്മി ചേട്ടൻ മരിച്ചു. വീട്ടിൽ വന്ന അവളുടെ കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒട്ടും ശ്രദ്ധിക്കില്ല. പിന്നെന്താ കാട്ടുക? അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാഞ്ഞിട്ടാണോ? ശരണയുടെ പാരന്റ്സ് അല്ലേ? അതെ അതെ. ഞാൻ അജിത് മേനോൻ, ഫൈനൽ ഇയർ ഈസി. ഓ മോന്റെ വീട് എവിടെയാണ്? ഗുരുവായൂർ അടുത്ത് മമ്മിയൂർ. അവിടെ എന്താ പ്രധാനം? വീട്ടിൽ അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ. അതാ പ്രധാനം. എനിക്ക് ശരണയെ ഇഷ്ടമാണ്. എന്താണ്? ഐ മീൻ ഐ ലവ് ഹർ. ശരണയെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് പറഞ്ഞ നീ? നിനക്ക് എന്റെ പ്രായമുണ്ടല്ലോ നിനക്ക് ഇല്ലേ? നീ ആരാണ്? നീ ഇവിടുത്തെ മാഷാണോ അതോ സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ്. ആരാണ്? സ്റ്റുഡന്റ്. അവളെന്താ നിന്നോട് പറഞ്ഞത്? ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ്. അല്ലെങ്കിൽ എന്തിനാ ഈ പോങ്ങനോട് പറയണത്? അവളെവിടെയാണ്? ഹലോ, ഇനി നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ മാറാം. തൂണ് പോലെ ശരണ്യയുടെ അച്ഛനായി പോയി. ഇല്ലേ അവനെ കൊല്ലില്ല ഞാൻ ചോദിച്ചോ. അത് പിന്നെ എനിക്ക് അറിയത്തില്ല കുഞ്ഞെ. അയാൾ ചായ ഓർഡർ ചെയ്യാൻ നന്നായി. അല്ല കുഞ്ഞിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നേനെ. സഞ്ജു, താനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. കേട്ടാ ജിമ്മി കൈ നീട്ടും 500 നോട്ടാണ് പട്ടി എടുത്ത് തരണേ. സോറി. ഇപ്പൊ നിന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ നിനക്ക് മാർക്ക് കുറച്ചിട്ടോലുണ്ടല്ലോ. ഞാൻ അയാളോട് നോ പറഞ്ഞതിന്റെ ദേഷ്യമാണ് അയാൾക്ക്. ഞാൻ കണ്ടെടുത്തോളം അയാളൊരു മാന്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കണത്. ദീപു നീ വെച്ചിട്ട് പോയേ, എന്റെ മൂഡ് ശരിയല്ല. നീ വഴക്കടിക്കണാണോ? അതെ, നീ വെച്ചോ. എന്നാ പിന്നെ വിളിക്കാം. വേണ്ട. ശരണ്യ, നീ കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് വഴക്കടിക്കണത്. അതെനിക്ക് അറിയാൻ പാടാത്ത കാര്യത്തിന്. അണ്ടർസെഷൻ എന്താണെന്ന് നിനക്ക് അറിയില്ല, അത് തന്നെയാണ് കാര്യം.
പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും വിളിച്ച് ബ്ലാബിള അടിക്കണ. എനിക്ക് നല്ല പ്രഷർ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ പഠിക്കാനുണ്ട് കുറെ. ആ ശരി, ഞാൻ വിളിക്കണല്ല, നീ വിളിച്ചാ മതി. ശരി. എന്താ സീനാണാ? ഒന്നുമില്ല. പഠിക്കണ ഒന്നും വേണ്ട, ഡീലിയാന്ന് ഒരു പ്രശ്നമില്ല. ആ അപ്പൊ സുഭാഷേ പൊന്നു പാട്ടെവിടെ? നീ പാട്ട് വെയ്. ഇച്ചിരി ഫ്രണ്ടിലോട്ട് വെയ്. നീ എന്താ പറ്റിയ മോളെ? വിച്ചിട്ടില്ല കളിക്കവിടുന്നു. ബാക്കിലോട്ട് കൈ മുട്ടിട്ട് 1 2 3 4 ഇറങ്ങിക്കാം. സ്വിച്ച് ഓഫ്. കൊറേ നേരം വിളിക്കണു. ഞാൻ തൽക്കാലം അത് ഓഫാക്കി വെച്ചാണ്. എന്താ കാര്യം? ഒന്നുമില്ല, സാധനം കാക്കനാടത്തണം, അത് പറയാൻ വേണ്ടി വിളിച്ചാണ്. നീ എന്താ ഒരെണ്ണം വെച്ചറിയണേ? 3 വെച്ചറിയടാ. നീ എന്താണ് അവളായിട്ട് ഉടക്കിയ? ഇതെന്താ ഡിറ്റക്റ്റീവ് കളിക്കണ നീ? ഒയ്യോ, ഒരു കാര്യം ചെയ്യാൻ മറന്നു. എന്താ? വാട്സാപ്പിലെ DP മാറ്റിയില്ല. മാറ്റി നീ ഒരു കരയാണുട്ടിയുടെ ഫോട്ടോ ഇട്ട് എങ്ങനെ ഉണ്ടാവും? എന്നാ കുട്ടിയുടെ നെഞ്ചത്തോട് റീത്തും കൂടി വെച്ചെടുക്കും. ബോറായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. തൽക്കാലം DP വേണ്ട. വരുണേ, ഈ മൂഡ് സ്വിങ്സ് എന്താടാ? എന്ത് മൂഡ് സ്വിങ്സ്? മൂഡ് സ്വിങ്സാ? നീ എന്താ എന്നെ കളിയാക്കണം? എടാ അവൾക്ക് അതാന്നാ പറയണത്. അതെ, ഈ ലീവിന് പോയ സുധാകരനാ ബദൂരി എന്നാ വരാൻ പോണത്? മനുഷ്യനെല്ലാം പണിയെടുത്ത് നട്ടുപിടിഞ്ഞിട്ടോ ഓട്ടോ ഓടണം, കായോ ചെയ്യണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, അയാൾക്ക് പനിയായോണ്ടല്ലേ. ചേട്ടാ എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ചേട്ടൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഒരു പെണ്ണാന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടൻ ഈ കായ അങ്ങോട്ട് പിടിച്ചേ. എന്നിട്ട് അവളാന്ന് വിചാരിച്ചോണ്ട് അരിഞ്ഞ് തള്ളി അങ്ങാട്. ആ അരി അങ്ങാട് പോരട്ടെ. ആ ഹലോ, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? എനിക്ക് പൊളിഞ്ഞിട്ട്. നീ എന്താ ഫോൺ എടുക്കാഞ്ഞ? ഞാൻ പ്രാക്ടീസിന്റെ അടുത്തായിരുന്നു, കണ്ടില്ല. ഓ പിന്നെ കണ്ടില്ലെന്ന്. അല്ല, ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്ന. നീ പോടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ കോയമ്പത്തൂർ എത്താറായി. കോയമ്പത്തൂരാ? എന്തിന്? എനിക്ക് കുറച്ച് സമാധാനം വേണം. എന്റെ ഈ ബ്ലാ 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 നിനക്കിരുന്ന് കേക്കണ്ടല്ല. നീ ഒറ്റക്കാ? ആ എന്റെ പൊന്നു ദീപു, നീ തിരിച്ചു പോ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഒരു മിനിറ്റേ, നീ കോയമ്പത്തൂർ തന്നെയാണോ? അതെ. നോണയല്ലേടാ, നീ പറഞ്ഞോളം തന്നെയല്ലേ? അല്ല. കോയമ്പത്തൂരാണെങ്കി ഇപ്പൊ വീഡിയോ കോളാ. എനിക്ക് നെറ്റില്ല. ഉണ്ടാവില്ല. ഞാൻ കോയമ്പത്തൂർ ആണ്. എന്നിട്ട് നീ എന്താ കഴിക്കുന്നത്? തൈര് സാദം. തൈര് സാദല്ല, തൈരുമായി. കോയമ്പത്തൂരാണെങ്കിൽ മലയാളത്തിൽ എങ്ങനെയാ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്? അത് ഞാൻ ബോർഡറിലാണ്. കള്ളത്തരാണോ നോക്കിയേ. ഇനി നീ കോയമ്പത്തൂരാണ് പ്രൂവ് ചെയ്തിട്ട് എന്നെ വിളിച്ചാ മതി. ബൈ. നീ ആരോടെ കോയമ്പത്തൂരാന്ന് പറഞ്ഞ് വിളിച്ച് കൂവണ്ടായിരുന്നല്ല? എടി അത് വരുണ്ട ഒരു കേസാണ്, നാറ്റ കേസാണത്. എന്താണത്? കളതൊക്കെ മോനവിടെ നിന്നേ. എന്താ നീ തൃശ്ശൂർ ഏതോ പെങ്കോച്ചായിട്ട് സെറ്റപ്പാന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? സെറ്റപ്പാ? അതെ, നീ SA പരീക്ഷയ്ക്ക് പഠിക്കണല്ലേ ഉള്ളൂ. സെലക്ഷൻ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. അത് കിട്ടിയിട്ട് നീ ചോദ്യം ചെയ്യുമ്പോ കേട്ടാ. അഭിചേട്ടന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞപ്പോ എന്തായിരുന്നു അമ്മയും മോനും കൂടി? എന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. ഇനി നിന്റെ കാര്യം പറഞ്ഞ എന്റെ അടുത്തേക്ക് വാ, ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. ഇപ്പൊ പറയാൻ സമയമൊന്നുമില്ല, വിശദമായിട്ട് കാര്യങ്ങൾ പിന്നെ പറയാം. പോയിട്ട് വരാം. വരുൺ വെയിറ്റിംഗ് ആണ്. നീ എങ്ങടെ പോണേ? കോയമ്പത്തൂരാ? എന്ത് ഭ്രാന്താണെന്ന് ഞാൻ ചോദിക്കാനല്ല, പക്ഷെ ഇത്ര കൂടിയാലും ഭ്രാന്താ. പൊന്നുമാൻ, നീ പടിയേറി എനിക്ക് പേടിയാണ്. എന്നെ വല്ലയിടത്തും കൂട്ടിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ട്. എടാ വരുണേ, ഞാൻ അറിയാണ്ട് പറഞ്ഞു. എടാ എന്തിന്? എന്നോട് പറയുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ല. അങ്ങനെ ഞാൻ കാക്കനോട് പറഞ്ഞിരുന്നില്ലേ? നിനക്ക് കോയമ്പത്തൂർ എടുത്തതിൽ ആവശ്യമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. എന്താ ആവശ്യം ഉണ്ടാവാൻ? എടി ഇതെന്റെ അഭിമാന പ്രശ്നമാടാ. അവള് നേരിട്ട് വെല്ലുവിളിച്ചേക്കണേണ്. ആത്മാഭിമാന സീരിയലിലെ വിളിക്കുന്ന ഒരു മച്ചാനാണ് ഞാൻ. നിനക്കും ശില്പക്കും വേണ്ടി ഇനി ഒരു കടപ്പാണ്ടേ പറഞ്ഞാലും പൊന്നുമാൻ ഞാൻ വരില്ല. എടാ എന്നെ എങ്ങനെയാലും ഒന്ന് കോയമ്പത്തൂർ എത്തിച്ചാ. എന്താ കുട്ടി കാലിൽ വീഴ? എനിക്കാ ഒറ്റക്കാരം എനിക്ക് വയ്ക്കാനുള്ളൂ. പാലക്കാട്ടുകാരും എറണാകുളംകാരും നോക്കണം നിനക്ക് കാണണം. അത് വേണ്ട. അത് വേണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നിന്റെ കൂടെ വരുന്നുണ്ടല്ലോ എന്റെ നേട്ടം. ഇനിയിപ്പോ എന്റെ ആഗ്രഹം സാധിച്ചാണ് ഞാൻ വല്ല മരിച്ചു പോയി കഴിഞ്ഞാൽ നിനക്കത് ആലോചിച്ച് സങ്കടപ്പെടണ്ടല്ലോ. ഓക്കെ. എടാ നമുക്ക് കോയമ്പത്തൂർ ഒരു ഫോട്ടോ എടുത്തിട്ട് നിന്നെ ഫോട്ടോഷോപ്പ് അതൊന്നും നടപടി പോലെ ഒടുക്കത്തെ ഇന്റലിജന്റ്. നീ ഡ്രസ് മാറി. ബ്ലൂ ഷർട്ട്. അപ്പൊ നെക്സ്റ്റ് ബസർ റൗണ്ട് ആണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ബസർ വെച്ചിട്ടുണ്ട്.
ആദ്യം ബസ് ചെയ്യുന്ന ആൾക്ക് ഉത്തരം പറയാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദിസ് പേഴ്സണാലിറ്റി. മിസ് യെസ്. വാവ സുരേഷ്. നോ. മിസ്. യെസ്. ലിയോൺ ട്രോട്സ്കി. That's the correct answer. 10 points to polite rascals. ശരണ്യെ, നിന്നെ അജിത്തോടെ അന്വേഷിക്കണ്ടാ. പുള്ളി മറ്റേ ട്രിപ്പിളുകാരുടെ പാലമരച്ചോട്ടി നിപ്പുണ്ട് നിന്നെ കത്ത്. പാലമരച്ചോട്ടി പോകാൻ ഇവളാര് യക്ഷിയാ? ഇനി ഇതെന്ത് കൂടാലെയാണ്? ഇപ്പൊ നോക്കിയിട്ട് വരും. Artificial sea level water. എൻ്റെ കോഴ്സ് ഏകദേശം തീർന്നു കേട്ടാ. ഇനി ഞാൻ സപ്ലൈ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് വരവുണ്ടാവൂ. ഒരു സോളോ ഹിമാലയൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് ഞാൻ. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നല്ലോ. 6 മാസം കഴിഞ്ഞു. ശരണ്യൊന്നും പറഞ്ഞില്ല. 6 മാസം കഴിഞ്ഞല്ലേ? അതെ, മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ചേട്ടാ, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. പക്ഷെ എനിക്കൊരു വലിയേട്ടനെ പോലെ കാണാൻ പറ്റുള്ളൂ. സോറി. വലിയേട്ടനാ? ശരണ്യക്ക് ഇനി അതർ കമ്മിറ്റ്മെന്റ്സ്? അതുകൊണ്ടല്ല, എനിക്ക് ഒരു ബ്രദറിനെ പോലെ പറ്റുള്ളൂ. ഇനി കുറച്ചുകൂടെ സമയം തന്നാ ഈ വലിയേട്ടൻ പദവിയിൽ നിന്ന് എന്തെങ്കിലും നീക്കുവോക്കുണ്ടാവോ? സോറി, ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട് വോഡ്ക. ഞാൻ ചെല്ലട്ടെ, പ്രാക്ടീസ് ഉണ്ട്. ആർക്ക്? ഫ്രണ്ട്സിന്. ശരണ്യ, സംഗീതമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്കവന് ഭയങ്കര ഇഷ്ടമാണ്. How many electoral votes did Donald Trump get in 2016 US presidential election? That's the correct answer. Miss. Wait. നീയാണോ ശരണ്യയുടെ കാമുകൻ? അയാ കൊള്ളാമെന്നായിരുന്നു. അവക്കെന്തെങ്കിലും സംഭവിച്ച ഐ വിൽ ബി ദ മോസ്റ്റ് അഫക്റ്റഡ് പേഴ്സൺ. നിന്നെ ഇപ്പൊ കൊന്ന ഹിമാലയ സോളോ ട്രിപ്പിന് വേണ്ടി ഞാൻ ചെയ്ത സകല ഹോട്ടൽ റിസർവേഷൻ വെറുതെയും. അതുകൊണ്ട് മാത്രം ജീവിച്ചോക്കോ. എനിക്കറിയാൻ നിനക്ക് ഞാനെന്താ ചെണ്ടേ ഒരു ഭാഗത്ത് നീ മറ്റോടത്ത് അരുൺ സാറ്. എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കണം. നിനക്കൊക്കെ അവളെ കിട്ടിയുള്ള ചിത്തരോഗി. ട്രിപ്പാണ് മുഖ്യം. പോടാ. നിങ്ങളെന്താ കിസിന്റെ അടുത്ത് പോന്നെ? കുടിച്ച ബിയറിനുള്ള നന്ദി. ഓക്കെ. എന്റെ പൊന്നി, നിന്നെ സമ്മതിച്ച്. നീ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കോയമ്പത്തൂരെ പോയേക്കണല്ലേ? ഇനിയിപ്പോ കൈ കിട്ടിയാണല്ലോ അടിച്ചു കൊന്നേനെ ഞാൻ. ഇനി ഇന്നലെ ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂന്നല്ലേ നീ പറയുള്ളൂ. ഇടിച്ചു പോലെയാണെങ്കിൽ ഞാൻ കോളേജിന്റെ പുറത്തുണ്ട്. ഇപ്പൊ ശരി. ഇതെന്താണ് അയ്യപ്പൻകാവിൽ ഉത്സവം? ദീപയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല ഇടി ഇടിച്ചനെ. ഒരു സെക്കൻഡ്, നീ വന്നേ. നിനക്ക് 2 ഓപ്ഷനാണ്. ഓപ്ഷൻ 1 സോനൻ ടീമായിട്ട് പോയി എൻജോയ് ചെയ്യാം. ഓപ്ഷൻ 2 ഷുവർ? ഷുവർ. അന്ന് നീ വേഞ്ചല്ലേ, ഞാൻ ഒന്ന് സോർട്ട് ചെയ്തിട്ടെ. അത് ഓപ്ഷൻ 1. നിങ്ങക്ക് മോട്ടോർ ഷോ കാണണം വെക്കാറുണ്ട്. എന്ത് ഷോ? അല്ലേ വേണ്ട, ഞാൻ മുന്നേ ഒരു തിയറി ഇല്ലേ, പാർട്ടിക്കൽ വേവ് ഡെവൽ നേച്ചർ. അതിനൊരു കിട്ടുന്ന ഡെമോ ഉണ്ട്, അതാണ് പോവാ. നീ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. അതോ എന്നോട് വിശന്നിട്ടോ തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ? വിശക്കണു, കഴിക്കാൻ വഴി ഉണ്ടാക്കാം. എനിക്കിഷ്ടമുള്ള ആൾക്കാർ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ച് റേസ് ആവൂല. റേസ് ആവാൻ പറ്റൂല. ഇപ്പൊ തന്നെ അഭിചേട്ടൻ എന്നോട് ചാടിക്കടിച്ചാലും എനിക്ക് തിരിച്ചൊന്നും പറയാൻ തോന്നൂല.
പക്ഷെ വേറെ എല്ലാവരാണെങ്കിൽ ഒരു വിവരം അറിയും. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. ഇഷ്ടത്തിലോടെ ഞാൻ കയറി അങ്ങ് ചൂടാവും. പുറത്തൊന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചൂളിപ്പോവും. പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവും. അത് നമ്മൾ പാർക്കിൽ പോയപ്പോൾ ഞാൻ മൈൻഡ് ഔട്ട് ആയില്ലേ? അതെന്താണെന്നറിയോ? ഞാൻ പത്തിന്ന് ടൂർ പോയപ്പോൾ അമ്മ കുറെ പലഹാരം ഉണ്ടാക്കി തന്നു. പക്ഷെ പുറത്തെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ബാഗിൽ തന്നെ വെച്ച്. പിന്നെ ചീത്തയായി ഞാൻ ഒരു പാർക്ക് കൊണ്ടുപോയി കളഞ്ഞു. അന്ന് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. അമ്മ എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരിക്കും. നീ ഈ നിസ്സാര കാര്യത്തിനൊക്കെ വിഷമിക്കുമല്ലേ? ഐ എം ടു സെൻസിറ്റീവ് മാൻ. പിന്നെ എങ്ങനെ വേണ്ട കച്ചവടങ്ങളൊക്കെ? ഓ ഇങ്ങനെയൊക്കെ പോകുന്നടോ. ആ വരുന്നടോ. എന്താണ് ഗന്ധർവനാ? ഇതെവിടുന്ന കണക്ഷൻ? ടെക് ഫെസ്റ്റ് ഒക്കെ അല്ലയോ, പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കാന്ന് കരുതി. ഹലോ എടിതാണ് ഞാൻ ചത്തു. ടിലൂസ് വൈഡി ഫോണ് തൈക്കുടമ്പാന്റെ ബ്രേക്കിന്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ ഡാൻസ്. നീ വേഗം പാവുന്ന്. ഇത് എവിടെ പോയി കിടക്കണോ ഈ പിശാശ്? നിനക്ക് തമിഴൊക്കെ അറിയോ? എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയാം. അതെങ്ങനെ? ഞാൻ പാലക്കാടല്ലേ. ഷേ ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ എനിക്ക് കമ്പനിക്കാരുടെ മുമ്പിൽ ഷോ ഓടിക്കായിരുന്നു. ഷേ എനിക്കറിയണ്ടേ. ഹോട്ടലിൽ പോയിട്ട് എന്താന്ന് പറഞ്ഞേ? എനിക്ക് പറയാൻ തന്നെ മടിയാവുന്നു. പറ. നീ ചിരിക്കൂ. ഞാൻ ചിരിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ്റെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകാൻ വേണ്ടി ടാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. പക്ഷെ വെള്ളം വന്നില്ല. അച്ഛൻ കൈ കഴുകാതെ ഇറങ്ങി. പക്ഷെ അത് മുകളിലോട്ട് പൊക്കിയ വെള്ളം വരുന്ന ടാപ്പായിരുന്നു. കോമഡി അല്ല അല്ലേ? ഞാൻ കഴിഞ്ഞ പോയ ഹോട്ടലിൽ അങ്ങനത്തെ ടാപ്പായിരുന്നു. അപ്പൊ എനിക്ക് പുള്ളി ഓർമ്മ വന്ന് സങ്കടമായി. ഷോ എന്ത് നിഷ്കളങ്കനായ വ്യക്തി. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ സന്തോഷം എന്താന്ന് അറിഞ്ഞെന്നെ. ഞാൻ കണ്ടില്ലേ, എല്ലാ ദിവസവും കൂടിയും തല്ലും ബഹളമായിരുന്നു. പിന്നെ അമ്മ കുറേയൊക്കെ നിന്നെ പോലെയാണ്. നിന്റെ അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി തരില്ലേ? എന്റെ അമ്മ ഞാൻ നാടുകൂട്ടായി വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യൂല. അവസാനം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയണം, അമ്മയെ ഞാൻ ഒളിച്ചോടി പോയേക്കണേന്ന്. പക്ഷെ നിങ്ങളുടെ ഫാമിലി ഫുൾ ജോളിയല്ലേ? സിനിമക്കൊക്കെ പോയി അഭിചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട്. എനിക്ക് അങ്ങനത്തെ ഫാമിലി വേണം. എന്നാ പിന്നെ അങ്ങോട്ട് പോര്. എന്നെ എപ്പോഴാ അങ്ങോട്ടൊക്കെ കൊണ്ടുപോണേ? ഒരു മിനിറ്റ്. അമ്മ. ഷാരു, അമ്മൂമ്മയ്ക്ക് ശ്വാസം മുട്ടുകൂടി ഐസിയുലാണേ. അയ്യോ, ഐസിയുലാണോ? ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. ഞാൻ വരാം. ഈ നേരത്തെ നീ എങ്ങനെ വരാനാ? ഇല്ലില്ല, കുഴപ്പമില്ല. വൈകിട്ടില്ലല്ലോ, ഞാൻ എത്തിക്കോളാം. എന്നാ നീ പാലക്കാട് എത്തിയിട്ട് അച്ഛനെ വിളിച്ചാ മതി. ആ ഓക്കെ ഓക്കെ. എന്തേ? എടാ അമ്മമ്മക്ക് ശ്വാസം മുട്ട് കൂടി ഐസിയുലാണ്. എനിക്ക് പെട്ടെന്ന് ചെല്ലണം അങ്ങോട്ട്. വേണ്ട, കുഴപ്പമില്ല. നിന്നെ ബസ് എട്ടുന്ന എവിടെയെങ്കിലും ആക്കിയാ മതി. പോവാണേ. എത്തിയിട്ടുണ്ട്. ഇത് പാലക്കാടല്ലേ? അയ്യോ കേറ്. ഹലോ ഹലോ. എടാ ഇവിടെ ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ഒരു ചേട്ടന്റെ ബാഗിന്റെ തലയുടെ മുകളിലായിരിക്കണം. അയ്യോ ഞാൻ പെട്ടെന്നായി പോയല്ലേ പോയത്. എനിക്ക് സങ്കടാവുന്നു. അയ്യോ നീ കരയല്ലേ? ഓക്കെ ആവ്. ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ കൊണ്ടാക്കി തരാന്ന്. ഇല്ല കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റ് വീക്ക് സോനയുടെ വീട്ടിൽ വരാം. ഓക്കെ ബൈ ഉമ്മ. എടാ നിന്റെ ഭാഗ്യം കൊണ്ടാ അവളെ കിട്ടിയത്. നീ അവളെ വിഷമിപ്പിക്കരുതട്ടാ. എന്താ വെച്ചാൽ ഞാൻ പണ്ട് ശില്പനെ വിഷമിപ്പിച്ച പോലെ. മനസ്സിലായ? ഇതെന്റെ കസനാണ് ഡെൽസോ. ഹായ്. എഡിറ്റിംഗ് ഒക്കെ പഠിക്കാനാന്ന് പറഞ്ഞിട്ട് ആളെവിടെ കുറെ നാളായി പുറത്ത് തുടങ്ങിയിട്ട്. ഇതെന്റെ സ്വന്തം ലാപ്പ. ഫ്ലൂറസന്റ് അവിടെ വെച്ച. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഞാൻ അപ്പുറം നോക്കിട്ട് വരാം. ഓക്കെ.
നീ എന്താ ഇവിടെ? ഞാൻ സോനയുടെ വീട്ടില്. എന്നിട്ട് അവളവിടെ? സോന ഇവിടെ എവിടെയോ. ഞാൻ ഹിമാലയൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. എൻ്റെ ഈഗോ എല്ലാം നശിച്ചു. ദേ പച്ച കുത്തിയത്. യോഗ മാറ്റ്. നീ എന്താണ് ഞാനിപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എടുക്കാത്തത്? പല ടൈപ്പ് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അഹങ്കാരം പിടിച്ചൊരെണ്ണത്തിനെ ആദ്യമായിട്ടാണ്. ശരണ്യ ഇതിന്റെ ഫ്രണ്ട് ദീപു. അപ്പൊ സോന? ദീപു ഇതിന്റെ സീനിയറാണ്, അജിത് മേനോൻ ചേട്ടൻ. ഓ മറ്റേ മറ്റേതാ എന്തു പറ്റത്? ആ അതോട്ടെ. ഇനി ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം, മനസ്സിലായോ? ഇതെന്താണ് അമ്മേ? നിനക്കെന്താ പറ്റിയേ? ആ സർക്കാർ സാറെ കണ്ടപ്പോ തൊട്ട് ഇങ്ങനെയാണല്ലോ. അവൻ ഹിമാലയത്തിൽ പോയപ്പോ ശല്യം തീർന്നെന്ന് വിചാരിച്ചാണ് ദീപു വീണ്ടും വന്നേക്കുന്നു. നീ അയാളുടെ അടുത്ത് ഞാൻ ഫ്രണ്ടാന്ന് പറഞ്ഞ എനിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ലവറാന്ന് പറയണം. എന്ത് പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ? നീ ഇത്രയും ടെൻഷൻ അടി കാണുമ്പോ തന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? പറ, എന്ത് ഡൗട്ട്? നീ അവൻ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവുന്നു ഉണ്ടെങ്കിൽ പറ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് ഇതാണോ മനസ്സിലായേ? പിന്നെ അവൻ നിന്റെ അടുത്ത് ഇത്ര അധികാരത്തോടെ സംസാരിച്ച കാര്യം തിരിക്കണം. നീ എന്താ വിചാരിച്ച എന്റെ കാമുകിയാന്നാ? എന്നിട്ട് നിന്റെ അടുത്ത് മറച്ചു വെച്ചെന്നാ? അതല്ല. ഏതല്ല? ഞാൻ നിന്നെ പോലെ നോണ പറഞ്ഞ ആളല്ല കേട്ടോ ദീപു. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ദൈവമേ, നീ ഒന്ന് അടങ്ങി. ഏത് നേരത്താണ് അവനക്ക് ചോദിക്കാൻ തോന്നിയത്? വരുണൊക്കെ പറഞ്ഞ ഒരു ഉപദേശം കേട്ട് എന്റെ അടുത്ത് വരുന്നത് മനസ്സിലായ? എടി വരുണൊക്കെ നീ ഉദ്ദേശം പോലത്തെ ഒരാളല്ല. എനക്ക് നൈസ് മാനാണ്. നിന്നേക്ക് എന്ത് കാര്യമെന്ന് പറയാ അവന്? പാവം. നീയായിരുന്നോ ഈ നേരം വരെ വീട്ടിട്ട് പൂളാനാണ്? അതാരെ കൂട്ടുകാരിയാണോ? നീ നിന്റെ കാര്യം നോക്കി പോയാടാ പ്രീത്തെ. ശരി ശരി, നമ്മ പോണ്. നമ്മ ചൂണ്ടിടാൻ വന്നാണ്. നിന്റെ സുമേഷേട്ടന് ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരാ. അവനൊന്ന് പോയതാ നല്ല ഇടി കൊണ്ട് തൂറിയാനവൻ. നിന്റെ അടുത്ത് ഒരോട്ടം പറഞ്ഞാ വേണ്ട. നീ എന്താ കളിക്കണെന്തിനാണ്? നിനക്ക് പറ്റില്ല നീ പോടാ. നീ വണ്ടി വിളിച്ചോണ്ട് പോവാനാ, അല്ല നിലക്കും കൊള്ളടി. നോക്കിക്കാണ് വണ്ടി കയറും. കൊന്നിട്ട് പോടാ എന്നെ. ശരി എടി സോറി, മറ്റേ കാര്യം ചോദിച്ചതിന്. എൻ്റെ ഒരു വിവരമില്ലായ്മയായിട്ട് കൂട്ടിയത്. ആ ക്ഷമിച്ചു. ദീപു എന്നോടുള്ള ദേഷ്യമാണ് അയാളോട് തീർത്തെ. നിന്നോട് എന്ത് ദേഷ്യം? അവൻ വന്നെ അവനിട്ട് കിട്ടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്റെ പൊന്നു മോളെ, ഒരു 1.5 വർഷം വരെ ഞാനും അളിയണം വിനുവും വരണോ കൂടി എവിടെയൊക്കെ പേടി ഉണ്ടാക്കിയിട്ട് നിനക്കറിയോ? ഇവിടുത്തെ ഉത്സവത്തിനും ഗാനമേളൊക്കെ ഡെയിലി ഇടിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 10-15 ഇടിക്ക് വരെ പങ്കെടുത്തിട്ടുണ്ട്. എന്ത് വിശ്വാസമായില്ലേ? ഇല്ല. നീ വേണമെങ്കിൽ വരൻ്റെ അടുത്ത് വെച്ച് നോക്ക്. പിന്നെ മറ്റാൻ പറഞ്ഞ സുമേഷ് ചേട്ടനില്ലേ? സുമേഷ് ചേട്ടൻ ഞങ്ങളുടെ മെയിൻ ബഡിയായിരുന്നു. വരുണ്ട ഒരു കേസിൽ അവന്മാരായിട്ട് ഭയങ്കര പ്രശ്നമായി. സുമേഷ് ചേട്ടൻ്റെ പോലീസുണ്ടെങ്കിൽ നല്ല ഇടിച്ച്. പിന്നെ ആ കേസും കൂടെ ഇപ്പം ഞങ്ങൾ പരിപാടി അങ്ങ് നിർത്തി. വേറൊരു കാര്യം അറിയോ? എന്റെയും വരുണ്ടെങ്കിൽ ഇടിവെളി ഉണ്ടായിരുന്നു. പിന്നെ 2017 മാർച്ച് 31 ഞാനും വരുണും ആ വളയെടുത്ത് വരാപ്പുഴ പാലത്തിന് വെളിയിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു. പിന്നെ ഇത് ഞാൻ എന്തായാലും വിശ്വസിക്കാൻ പോണില്ല. വേണ്ട, ഞാൻ കാര്യം പറഞ്ഞാണ്. എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ പറയാതിരുന്നു? അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ, വെറുതെ പറഞ്ഞ് നിന്നെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചു. നീ മേനോന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഇന്നല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല പ്രോമിസ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ മേനോൻ എന്തോന്ന് ചോദിച്ചാലും എന്നോടൊന്ന് പറയണം. ഓക്കെ. ആ, മീൻ പിടിക്കാൻ പോവാം. പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നീ കയ്യും കാലം മറിച്ചിട്ട് പോയ ഇപ്പോഴാണ് ഒരു മീൻ പിടുത്തം. പത്ത് 15 ഇടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലെയാണല്ലോ പറയണത്. മോളെ, ഞാൻ ആദ്യം തൊട്ടേ പറയണത് ഇത് ശരിയല്ല. അപ്പൊ എന്തായിരുന്നു? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടോ മോളെ. ശരണ്യെ,
മേമ്മ ചപ്പാത്തിയും ചിക്കനും കഴിക്കാൻ വിളിക്കുന്നു. വായോ, ബാൽക്കണിയിൽ ഭയങ്കര കൊതുക. രാത്രി അമ്മ തൂക്കം പോച്ചടി അമ്മ. ഒരു അപകടത്തിന് ഞങ്ങൾ ഒരു കണക്കിനാണ് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു വാട്ട്സ് ഹാപ്പനിങ് അവളുടെ കാമുകനാരാ നിനക്കറിയോ? ഇടികൊണ്ട് തോട്ടിക്കിടക്കാൻ ചക്കാ നീ. ക്ഷമിക്കൂ കസിൻ സിസ്റ്ററെ, നീ ആവർത്തിക്കില്ല. ഞാനിതോടെ പറഞ്ഞ എന്റെ എഡിറ്റിംഗ് പഠിപ്പും കോപ്പൊക്കെ നിൽക്കും നിനക്കറിയാല. മനസ്സിലായി. ആദ്യം പറയുമ്പോ തന്നെ മനസ്സിലായി. സോനാരെ, നേരത്തെ ഒരു കാമുവിന്റെ സോറില്ലേ, ഏതാണവൻ? എന്തിനാ? ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. അതറിഞ്ഞിട്ട് നിനക്ക് യാതൊരു കാര്യമില്ല. ശരിയാണ്, കാര്യമില്ല. ഓക്കെ, മറക്കാം, എല്ലാം മറക്കാം. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? പഴം വിഴുങ്ങിയ പോലെ നിന്നാ നീ. ആ സമയത്ത് എന്റെ ബോക്സിംഗ് ഗ്ലൗസ് ആയിപ്പോയി, അല്ലെങ്കിൽ കൊടുത്താനോ പറഞ്ഞിട്ട്. ബോക്സിംഗ് ഗ്ലൗസ് ഇട്ടിട്ടുള്ള ഇടിക്കേണ്ടത്. ഇടിയൊന്നും വേണ്ട, ഞാൻ അവളുടെ അടുത്ത് പ്രോമിസ് അടിച്ചാണ്. വേണ്ട, പറഞ്ഞു തീർക്കാലോ. പറഞ്ഞു തീർക്കാം. അവനെ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. എന്റെ അവന്റെ നമ്പർ ഒന്നുമില്ല വിളിക്കാനായിട്ട്. നാളെ തന്നെ എവിടെന്നെങ്കിലും നമ്പർ ഒപ്പിച്ച് അവനെ വിളിക്കണം. അത് ഒപ്പിക്കാം. ഓക്കെ, വാ. Inner peace. ഹലോ ഹലോ, അജിത് മേനോനല്ലേ? അതെ. ആ, ഞാൻ ദീപു, ശരണ്യയുടെ ഫ്രണ്ടാണ്. പറ. നമുക്കൊന്ന് നേരിട്ടാണ് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാൻ? പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ സംസാരിക്കാനാണ്. സ്ഥലം പറ. എറണാകുളം. വേണമെങ്കിൽ കൂട്ടുകാരെയും വിളിച്ചോ. എനിക്കതിന്റെ ആവശ്യമില്ല. എന്നാ ഒറ്റക്ക് വന്നാ മതി. എറണാകുളത്തോടെ വരുണ്ട വീട് പറഞ്ഞാൽ ശരിയാവൂല. എന്നാ പിന്നെ പറയാന്ന് പറ. അത് ഞങ്ങൾ പിന്നെ പറയും. എറണാകുളം എനിക്ക് അറിയാത്ത സ്ഥലമൊന്നുമല്ല. മറ്റന്നാ ഞാൻ വരും. ഞങ്ങളും. ഇന്നർ പീസ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ലഞ്ച് സെറ്റാക്കാം. എന്നെ എന്തായാലും അരുൺസാറ് തോപ്പിക്കും. അമ്മാതിരി അപമാനമല്ലേ. മിണ്ടാതിരി ശാപമേ. നിന്നെ തോപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാരണമെങ്കിലും ഉണ്ട്. നിന്റെ കൂടെ നടക്കുന്നോണ്ട് എന്നെ തോപ്പിക്കാന്നാണ് എന്റെ പേടി. കൊപ്പട ഇന്നത്തെ കൊള്ളലെന്ത്? എന്താ വെച്ചാൽ ഡിഗ്രി എനിക്കറിയില്ല. പാളിന്ന് തോന്നാട്ടോ. ഞാൻ അഭിലാഷ്, ദീപുന്റെ അളിയൻ. അന്ന് വിളിച്ചിരുന്നില്ലേ? അത് ഞങ്ങളാ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സുമേഷ്. അജിത്തെ, അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ബ്രോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ കാര്യം പറയാം. ഇത് നമ്മുടെ ബഡിയാണ്. ഇവനൊരു ചിക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചിക്ക് പഠിക്കുന്ന ബ്രോന്റെ കോളേജിലാ. ഇവന്റെ ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ബ്രോ കുറെ നാളായിട്ട് അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ. വേറെ പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതുവരെ ഉണ്ടായതൊക്കെ ഞങ്ങൾ മറന്നു. മതി, നിർത്തിക്കോ. ഇത് പറയാൻ വേണ്ടി വന്നാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷത്തോട് ഇടിക്കിട്ടും. പിന്നെ നീന്തണ നേരത്തെ അടിയിട്ടെ വെള്ളത്തിന് കൈ കൊടുക്കും. എനിക്ക് എന്തായി? ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. പക്ഷെ നീ ഈ CR ഇവിടെയാണ് വെക്കേണ്ടത്, അത് ഇവിടെയല്ല വെക്കണ്ടേ. ഇതിനൊക്കെ ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നുണ്ടോ? പവറോൺജി പവറോൺജി ഡോക്ടേഴ്സ് പറഞ്ഞതേ ഷോക്ക് അടിച്ചതല്ല, തലയ്ക്ക് അടിയേറ്റതാണ് ഇഞ്ചുറിക്ക് കാരണം. അരുൺ സാറിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വരും. എന്തായാലും ശരണ്യയുടെ തക്ക സമയത്ത് ഇടപെടൽ കാരണം വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കണത്? എല്ലാ വീട്ടിലെ അളിയന്മാര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും.
ഇവിടെ നേരെ തിരിച്ചാ, എപ്പോഴും ഒരുമിച്ച്. ഇതൊക്കെ കണ്ട് ഞാനും കുറെ സന്തോഷിച്ചിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു അബി ചൾട്ടിയാണെങ്കിൽ എനിക്കും അറിയാം മോള് കിടന്ന് കരയും. പോടാ. അവളെന്നെ തെറി പറഞ്ഞോട്ടെ, തല്ലിക്കോട്ടെ. പക്ഷെ ഇംഗ്ലീഷും പറഞ്ഞാടാ കളിയാക്കിയത്. എനിക്ക് അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത്. ഇതെന്തൊരു കഷ്ടമാണത്. നിനക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് വേറെ രീതിക്കാണ് ഫീൽ ചെയ്തത്. എവിടെ പോയെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര വിഷമിച്ചിട്ടാ പോയെന്നും പാനിക് അറ്റാക്ക് അടിച്ചെന്നും പറ. പാനിക് അറ്റാക്കാ അവള് പറയാറുള്ള ഒരു വാക്കാണ്. പാനിക് അറ്റാക്ക്. എന്റെ വില മനസ്സിലാക്കട്ടെ. അത് ഞാൻ പറഞ്ഞോളാം. കഴിക്കണല്ലേ, പോയിട്ട് വേറെ പണികളാണ്, വേഗം കഴിക്ക്. അപ്പൊ ശരി, ഞങ്ങൾ പോയി വാങ്ങണേ. മമ്മി താറാവ് കൊണ്ടുവരാം. ആ ശരി മമ്മി. എടാ ഈ അസൈൻമെന്റ് വെക്കാത്തതിന് ക്ലാസ്സിൽ പുറത്താക്കുന്ന കണ്ടുണ്ട്. നീ അസൈൻമെന്റ് സ്പെല്ലിംഗ് അറിയത്തില്ല നമ്മുടെ എന്തോ ഉദ്ദേശത്തില്ല നാടും വിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. എടാ ഈ ഇംഗ്ലീഷ് അറിയാവുന്ന കാമുകിമാർ എന്തുകൊണ്ടും ഒരു ബാധ്യതയാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കട്ട്ലറ്റ്, ബർഗർ, സാൻഡ്വിച്ച്. നമ്മുടെ കാമുകയാണെങ്കിലോ മുട്ട പപ്സും ചായ. 30 രൂപ പരിപാടി കഴിയും. എടാ ഇതൊന്നും പ്രശ്നമില്ല, പിന്നെ ഇവറ്റകൾക്ക് ഇതിന്റെ സ്പെല്ലിംഗ് അല്ലേ അറിയേണ്ടത്. സ്പെല്ലിംഗ് ആണോ? സ്പെല്ലിംഗ് ഇച്ചിരി പാടാ. ആ കഴിച്ചിട്ട് വാട്ടാ വരുമ്പോ ഇവിടെ ചോറിൽ വെള്ളം ഒഴിച്ചു. ആ നീ ഇതോടെ പോന്നു? ഞാനേ വീട്ടിൽ പോണു. നാളെ മാർക്കറ്റിൽ നിന്ന് കായറക്കേണ്ട ദിവസം ഞാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ മാച്ചോ? പിന്നെ മാച്ച് കോപ്പ് നിങ്ങനെ കളിച്ചാൽ മതി. ഫ്രണ്ട്സിന്റെ ലൈഫ് വലിഞ്ഞിരിക്കണേ. പിന്നെ ലാസ്റ്റ് വൈകിട്ട് ഞാനാട്ടാ. അതിന് നമ്മുടെ ബ്ലാക്ക് അല്ലടാ. ഓക്കെ അബോല दूसरा आदमी का कहाँ परीक्षा तुम मारो मारो मारो. എടാ ശില്പ ബായ് പറഞ്ഞപ്പോ നീ എങ്ങനെ ഓക്കെ ചെയ്ത്? ആദ്യം കുറച്ചാൾ വിഷം ഉണ്ടായി, കുറച്ചധികം നാൾ വിഷം ഉണ്ടായി. പിന്നെ അത് മാറി. പക്ഷെ ഇതങ്ങനെ ഒന്നുമല്ലടാ. പക്ഷെ അവള് പൂടാ. ഞാൻ എന്ത് സാധനവും മൈൻഡിഡ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം പഴയതുപോലെ ആന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും വിഷമായത്. താനൊന്ന് പോടൂ. ഞാനേ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോട്ടെ. അതേ താനേ നാളെ അവളുടെ കോളേജിലേക്ക് പോകും. ചെന്നിട്ട് കാര്യം പറഞ്ഞ സോൾവ് ആക്ക്. അതേ ഫോണൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നേരിട്ടില്ലേ. പോയി നോക്കാല്ലേ? പോയി നോക്ക്. അങ്ങനെ ഞാൻ രാവിലെ വീട്ടിലേക്ക് വരാം. ശരി സെറ്റ്, നമുക്ക് പോവാം. മാൻ ചേച്ചിക്ക് എന്തിയേ? ആലുവേല അമ്മൂമ്മയുടെ ചാത്തത്തിന് പോയിക്ക. നാളെ വരല്ലോ. എന്നാ ഞാൻ ഇറങ്ങണ്ടേട്ടാ. ഫുഡ് അടിച്ചിട്ട് പോവാ. ഇല്ല പരിപാടി ഉണ്ട്. അതെ നിങ്ങളെ ചെക്കനൊന്ന് ഉപദേശിക്കാൻ നോക്ക്. അതോ പറയും. എടാ ഞാൻ പോണ്ടാ. नहीं मैं तुझे नहीं छोड़ूंगा. तुम तुम्हारा പാട് देखो भाई. നിന്നെ വിടണ പ്രശ്നമില്ല. ഡാ നീ നാളെ അവിടെ പോയിട്ട് കാര്യമില്ല. ഇനി അവളുടെ കൂട്ടുകാരായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നീ നാളെ അവിടെ ചെല്ലുമ്പോൾ അവൾ അവളുടെ കൂട്ടുകാരികളായിട്ട് വരും. എന്നിട്ട് നീ അവരുടെ മുന്നിൽ നാണം കെടും. അവളുടെ കൂട്ടുകാരികളുടെ മുന്നിൽ നാണം കെടാൻ ഞാൻ എൻ്റെ ദീപു മോനെ വിടില്ല. मैं तुझे नहीं छोड़ूंगा. അളിയൻ കറക്റ്റാ പറഞ്ഞത്. നമുക്കിത്തിരി സ്റ്റാൻഡേർഡ് ഇല്ലാന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു പാവല്ലേ അളിയാ. അപ്പൊ നീ നാളെ പോകുന്നില്ല? ഇല്ല, ഞാൻ നാളെ പോണില്ല. അളിയൻ പറഞ്ഞ പിന്നെ അവനൊരു അപ്പീലില്ല. പൊന്നാരിമംഗലം ഷാപ്പിൽ പോയിണ്ട നീ? നാളെ പോയാലോ? ആ പൊളിക്കുക അത്. അപ്പൊ നാളെ ഒരു കറുമുറും ഇല്ല, ഒരു തേങ്ങയില്ല. നീ ഇപ്പൊ കറുമുറുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അപ്പൊ നാളെ ഷാപ്പിൽ പോകുന്നു. അപ്പൊ അങ്ങനെ ബ്രേക്കപ്പ് അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവളോട് എത്രയൊക്കെ മാറി വന്ന സമയത്ത് ഞാനല്ല ഇപ്പോ. നീ ഏതെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കുമോളെ. എന്താ ശരിക്കും ഞങ്ങൾ തമ്മിൽ പ്രശ്നം? അതന്നെയല്ലേ ഞാനും ചോദിക്കണേ. എടി ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് ലൈഫിന്റെ ഒരു ഫേസ് ആയിട്ട് നീ കൂട്ടിയാൽ മതി. എടി നിന്റെയൊക്കെ ഈ റിലേഷൻ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പർഫിഷ്യലാണ്. ഇത് പൊളിഞ്ഞാലും സക്സസ് ആയാലും ഈ ലോകത്ത് യാതൊരു മാറ്റവും വരാൻ പോള. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം അനുഭവമുള്ളതുകൊണ്ട് പറയണാണ്. നിന്നോടും കൂടെയാണ്. അടുത്ത നീയാ. അതിന് ഞാനെന്നാ? പക്ഷെ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോ പുള്ളി നൈസായിരുന്നു. എനിക്കിതങ്ങോട്ട് കേൾക്കുമ്പോഴാണ് എടി നീ ചുമ്മാ. എടി നീ 2 വർഷം കഴിയുമ്പോ എവിടെ ആയിരിക്കും? നീ നല്ല ഹാപ്പി ആയിരിക്കും.
അന്ന് നീ വിചാരിക്കും ഇത് എന്റെ ലൈഫിലെ ബെസ്റ്റ് തീരുമാനമായിരുന്നെന്ന്. ആവൂ, ഇനി നിനക്ക് കൊച്ചിക്കാരനെ തന്നെ വേണമെങ്കിൽ ഞാൻ സെറ്റാക്കാം. നീ 2 ദിവസം വീട്ടിൽ പോയി നിൽക്ക്. അപ്പൊ നിന്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും. നാളെ വീട്ടിൽ പോവും. നന്നായി, ഞാനും പോവാ വീട്ടില്. കാലത്ത് നമുക്ക് ഇറങ്ങാട്ടോ. അവിടെ നിർത്തുവോ? സൂക്ഷിച്ചിറങ്ങു മോനെ. എത്ര പടിയുണ്ടമ്മ? ഒരുപാട് പടിയുണ്ട്. കിട്ടേണ്ട കിട്ടിയപ്പോ നിന്റെ തന്നെ മാറിയാ. നീ മിണ്ടാതിരി. അവിടെ അജിത്ത് മേനോൻ ചേട്ടൻ ഇവരോട് ഞാൻ പറഞ്ഞാണ് എനിക്കിവിടെ താല്പര്യമില്ലാന്ന്. പിന്നെ നീ ആരാണ് എന്റെ മേലെ കയറി അധികാരം സ്ഥാപിക്കാൻ? ഇതൊന്നും പോരായിട്ട് നീ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അല്ലടാ? ഹലോ അമ്മേ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ മകൾ സൂപ്പർ ശരണ്യ എറണാകുളത്തുള്ള ഒരു പയ്യനുമായിട്ട് ചെറിയ ചുറ്റുകളിയിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാരാ? സംഗീതാണോ? അയ്യോ അല്ല, ഞാനിവിടെ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ. ഇനി നീ അമ്മമാരുടെ പോയി പകരം ചോദിക്കാൻ നിന്നാ അവരെന്നെ പങ്കായത്തിനടിച്ച് കാലിലിടുന്ന് നോക്കിയോ? ഇങ്ങനെ കയ്യെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ഇവനടുത്ത് രണ്ടാ പറയാൻ. എന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാ മനസ്സിലാവുന്നില്ല. എനിക്ക് എന്നെ കാണുന്ന ഇറിറ്റേഷനാന്ന്. ഇങ്ങനെ ഒരു വിട്ടി. എന്താ മോളെ, എന്താ പ്രശ്നം? സോറി ചേച്ചി, ചേച്ചിയുടെ മോര് മരപ്പാടാണ്, അതന്നെയാണ് പ്രശ്നം. വാടി. അങ്ങനെയല്ലത്. വണ്ടി കേറ്. അമ്മ കേറ് നീ. ബസ് എടുക്കറേ. ഞാൻ പോവാ. കാണാട്ടാ, വരുമ്പോ കാണാം. നീ എവിടെ പോവാണ്? ഷാപ്പ് ഇപ്പൊ തുറന്നിട്ടുണ്ടാവുള്ളോ? ഷാപ്പാ? ഞാൻ തൃശ്ശൂർ പോണേണ് അവളെ കാണാൻ. എന്റെ പൊന്നോ, അപ്പൊ ഇന്നലെ 3.5 മണിക്കൂർ ഞാൻ എന്റെ വായല വെള്ളം വെറ്റിച്ച് എന്തിനാണ്? അളിയൻ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് പോണം. എടാ നീ നാണം കെടും. കുറച്ചൊക്കെ നാണം കിട്ടോട്ടെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണട്ടാ പോവാൻ. അത് അളിയൻ തന്നെ ക്ലീൻ ചെയ്താൽ മതി. ഒന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. നിന്നെ കണ്ട് ജസ്റ്റ് ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്ന. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. നീ എവിടെ പോണു? ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് ഇറങ്ങിയതാ കൂട്ടുകാരന്റെ. ഞാൻ നീ തൃശ്ശൂർക്ക് പോവാന്നോ? തൃശ്ശൂർക്ക് എന്നെ കാണാൻ വരുന്നതാണോ? അല്ല, എനിക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. നിനക്ക് സമ്മതിക്കാൻ പറ്റില്ല അല്ലേ ദീപു? എന്നെ കാണാൻ വരുന്ന പറഞ്ഞ നിന്റെ മാൻ ഇടിഞ്ഞു. അതിന് നിന്നെ കാണാൻ വന്നില്ല സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. ഉരുണ്ടളിക്ക് നീ ആരും സമ്മതിക്കും. നീ എന്നെ കാണാൻ വന്നാണ്. അവളൊരു ബൈ പറയാൻ വന്നേക്കണം. നീ എന്നെ കണ്ട് കോംപ്രമൈസ് ചെയ്യാൻ വന്നാണ്. കോംപ്രമൈസാ? നോവേ. സോനോട് ചോദിച്ചോക്ക്. നോണയെ ഞാൻ കല്യാണത്തിന് പോണേണ്. വേണമെങ്കിൽ ആളെടുത്ത് ചോക്ക്. കല്യാണത്തിന്റെ കാര്യം നീ എന്നോട് തോട്ടനുസരിച്ചോടെയാണോ? അത് കഴിഞ്ഞില്ലടാ. ഇവിടെ താൻ പറ്റണം, താൻ മിണ്ടാതിരി. സാധന നോക്കിയേ. നീ തീരുമാനിച്ച ഈ പ്രശ്നോടെ സോൾവ് ആക്കാം, പക്ഷെ നീ തീരുമാനിക്കൂലല്ലോ. സോനെ, നീ ഇന്നലെ പറഞ്ഞ കറക്റ്റ് ആടി. ഞാനെന്ത് പറഞ്ഞു? എന്റെ ലൈഫിൽ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും പറഞ്ഞില്ലേ? അത് കറക്റ്റ് ആണ്. അപ്പൊ നീ കല്യാണത്തിന് പോവായിരിക്കും? അതെ. കല്യാണത്തിനോ അടിയന്തരത്തിനോ എവിടാന്ന് വെച്ച പൊക്ക. ഞാൻ പോണു. സുല. നിങ്ങ എപ്പ വന്ന്? ഇപ്പൊ വന്നോളൂ ആന്റി. പിന്നെന്താ ഇവിടെ തന്നെ നിക്കണേ? അകത്തേക്ക് വാ, വിളിക്കടാ. ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ. അതിങ്ങടി എന്തീ ഇവര് പോട്ടേട്ടാ, ശരിയാക്കി തരാ ഞാൻ. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് ഓടി വരുമ്പോളെ. ചായ എടുക്കട്ടെ മക്കളെ? അല്ലേ വേണ്ട, പായസം കൊടുക്കാം അല്ലേ? പായസം എടുക്കട്ടെ? പായസം നന്നായിരിക്കും. ചായ മതി. എന്തെല്ലാരും വല്ലാണ്ടിരിക്കണേ? എന്താടാ? ഒന്നുമില്ല. എന്നാ ചായ എടുക്കാം. ഡാബി,
നിനക്ക് ഇവർക്ക് ചായ ഇട്ട് കൊടുത്തൂടെ? എന്നത് ചായ ആയിരിക്കില്ല കൊടുക്കണത്. രാഹുൽ മുകളിലേക്ക് താമസം മാറി. തയ്യൽ മെഷീൻ വന്നപ്പോഴേ മോള് പോയി കണ്ടോ? പൊക്കോ, മോളുണ്ട്, പോയി കാണ്. ഇവിടെ എന്തൊക്കെയാടി നടക്കണത്? ഞാനത്രയ്ക്ക് മണ്ടിയാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അമ്മേ, ദീപു ശരണ്യ ഇഷ്ടത്തിലാണ്. അവരമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഇനി ബാഗൊക്കെ തൂക്കി ഇവിടെ പൊറുതി തുടങ്ങാൻ വന്നാണോ? എനിക്കറിയാൻ പാടില്ല. ശരണ്യ, രാഹുൽ. എന്താ? ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തു വെക്കോ? ഓക്കെ, 5 minutes. എന്നിട്ട് എന്ത് കഴിഞ്ഞ പെർഫോമൻസ് എന്തായിരുന്നു? അമ്മ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ആ സോന കണ്ടപ്പോ കലിച്ചേറി. പിന്നെ നീ പറഞ്ഞ ഡയലോഗും. അത് ഞാൻ സത്യം പറഞ്ഞാണ് മോനെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താ അനുഭവിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നീ എന്ന് പറഞ്ഞില്ലേ നീ ഇൻസൾട്ട് ചെയ്ത കാര്യമൊന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതല്ല. അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സോറി. പറയാൻ വേണ്ടി ഞാൻ കുറെ വിളിച്ചിപ്പം കോതമംഗലം കോപ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇമ്മാതിരി ഡ്രാമ എനിക്കും അറിയാം. ഞാൻ ഡ്രാമ കളിച്ചിട്ടില്ല. മോൻ ഇവിടെ കിടന്ന് കാര്യം കാണാ കഴിച്ചിട്ടില്ല. പാവം. ഞാൻ കൊടുത്താണ്. ഓവർ ഫീഡ് ചെയ്താ ചത്തു. എന്താണ് ഇവിടെ താമസിച്ച പെൺകുട്ടിയുടെ ഐഡിയ ആണോ? എന്റെ ദൈവമേ. ഹലോ, എന്ത് പെട്ടെന്ന് പറഞ്ഞോ? അതേ പറഞ്ഞു. ഓക്കെ, ടൈംസ് അപ്പ്. പണിയാണ് കാണിക്കണത്. ബായ് പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ? നീ മോളെ, ഇനി നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട നിന്റെ മുഖം പിടിച്ച് ചുമരിൽ വരച്ച് കണ്ണുമൂക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കും. കേട്ടടി ശരണ്യ. ഡീലൊരു തേങ്ങയില്ലട്ടാ.